ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ ഈ പുസ്തകത്തിലെ മുഴുവൻ വചനങ്ങളും വേണ്ട. ഈ പുസ്തകത്തിലെ ഒറ്റ വചനം മതി. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കപ്പെട്ട് നിങ്ങളുടെ ജീവിതം ഒന്ന് അനുഗ്രഹമാകാൻ ഈ പുസ്തകത്തിലെ മുഴുവൻ വാക്കുകളൊന്നും വേണ്ട. ഈ പുസ്തകത്തിലെ ഏതേലും ഒരു വചനം മതി. നിങ്ങളെന്ന വ്യക്തി സർവശക്തനാൽ അനുഗ്രഹിക്കപ്പെടാൻ. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഈ ഇംഗ്ലീഷ് എന്ന വിഷയം ഈ പഠിത്തം തീരുന്നതിന് മുമ്പ് നൂലുകൊണ്ടൊന്ന് കെട്ടി ഒപ്പിച്ചൊന്ന് കൊടുക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ. എൻ്റെ പേപ്പറിന് മാത്രം നൂലില്ല. അപ്പം ഇതെന്ത് ചെയ്യണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെപ്പോലെ തന്നെ ഒരുത്തനോട് ഞാൻ അഭിപ്രായം ചോദിച്ചു. എടാ, ഈ പരീക്ഷ എഴുതാൻ എന്തെങ്കിലുമൊക്കെ എഴുതാൻ എന്താണ് ഒരു മാർഗം? ഈ നല്ല ദിവസത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് നമ്മുടെ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ജീവിതത്തിലെന്നും മറക്കാനാകാത്ത നല്ല അനുഭവങ്ങൾ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ നല്ല സ്ഥലത്ത് വച്ച് സമ്മാനിക്കട്ടെ. മറക്കാനാകാത്ത നല്ല ദൈവാനുഭവങ്ങൾ ഈ പ്രാർത്ഥന നിങ്ങൾക്കൊരു ഭാഗ്യമായി തീരട്ടെ. ചില പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യമായിട്ട് മാറും, ഒരനുഗ്രഹമായിട്ടത് മാറും. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളെ ഓർക്കുകയാണ്. അപ്പൻ്റെ സ്നേഹം കിട്ടാത്ത മക്കളുണ്ട്, അമ്മയുടെ സ്നേഹം കിട്ടാതെ വളരുന്ന മക്കളുണ്ട്. നമ്മളധികം ശ്രദ്ധിക്കാത്ത ചില കാര്യമായിരിക്കും ഇതൊക്കെ. അപ്പനും അമ്മയും വഴക്കിട്ട് നിൽക്കുകയാണ്, രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്. ആ പിള്ളേർക്ക്, ചില മക്കൾക്ക് അമ്മയുണ്ട്, പക്ഷെ അമ്മയുടെ ആ സ്നേഹമോ വാത്സല്യമോ അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. അപ്പനുണ്ട്, പക്ഷെ അപ്പൻ്റെ ആ സ്നേഹം അവർക്ക് കിട്ടുന്നില്ല. നമുക്ക് അങ്ങനെയുള്ള എല്ലാ പിള്ളേർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചില തെറ്റിദ്ധാരണകൾ കൊണ്ടും വഴക്കുകൊണ്ടും അകന്നു നിൽക്കുന്ന കുടുംബങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിച്ച്, ചില ഭയങ്ങൾ ജീവിതത്തിലുള്ള വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിച്ച്, ഇതൊരു ദൈവാനുഗ്രഹമായി മാറാൻ വേണ്ടി പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ച് പകർച്ചവ്യാധികളിൽ നിന്നെല്ലാം ഒരു ദൈവീക സംരക്ഷണമുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ ദേശത്ത് പടരുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, ജോലിസ്ഥലം, ആരോഗ്യം എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഒരു ദിവസം കൂലി കിട്ടിയില്ലെങ്കിൽ പട്ടിണിയായി പോകുന്ന വീടുകളുണ്ട്. ദിവസവും ജോലിക്ക് പോകും, അപ്പോൾ അവിടെ നിന്നുള്ള ആ കിട്ടുന്ന സാലറി അല്ലെ ആ ശമ്പളം ഓർത്തായിരിക്കും ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. ഒരു ദിവസമെങ്ങാനും കൂലി കിട്ടിയില്ലെങ്കിൽ അന്ന് വീട് പട്ടിണിയായി പോകും, എല്ലാം താറുമാറാകും. അങ്ങനെ ജീവിക്കുന്ന കുടുംബമുണ്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, പക്ഷെ അവർക്ക് ഒരു പുസ്തകമൊക്കെ വെക്കാൻ ഒരു മേശയില്ലാത്ത വീടുകളുണ്ട്. പഠിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ളവരുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വലിയ സഹായം ഏതെങ്കിലുമൊക്കെ നല്ല വ്യക്തികളിലൂടെ അവർക്ക് ലഭിക്കാനിടയാകട്ടെ. മഴയും മഞ്ഞുമുള്ള സമയത്ത് കിടക്കാൻ നല്ല കട്ടിലില്ല, കിടക്കാൻ നല്ലൊരു ബെഡില്ല, പുതയ്ക്കാൻ നല്ലൊരു പുതപ്പില്ലാത്ത ആളുകളുണ്ട്. നല്ലൊരു പുതപ്പില്ലാതെ, നല്ലൊരു കിടക്കയില്ലാതെ, നല്ലൊരു കട്ടിലില്ലാതെ ഇന്നും അങ്ങനെയുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ചില സഹായങ്ങൾ അങ്ങനെയുള്ളവർക്കൊരു അനുഗ്രഹമായി മാറട്ടെ. അങ്ങനെയുള്ളവരെ സഹായിക്കാൻ എനിക്കും നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. നമുക്കിങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാൻ നമ്മുടെ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ കുടുംബങ്ങൾ ഈ പ്രാർത്ഥന കൊണ്ടൊരു അനുഗ്രഹമായിട്ട് മാറണം.
ഇവിടെ വന്നതൊരു നഷ്ടമായി എന്നാരും പറയാനിടയാകരുത്. ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നെല്ലിക്കയൊക്കെ വീണ് കിടന്നാൽ അത് പെറുക്കി കൊട്ടയ്ക്കകത്തിടുന്ന പോലെ ഇവിടെ നിന്നുള്ള ചില നന്മകളെ പെറുക്കിയെടുത്തോണ്ട് പോകാൻ എന്ന് പ്രാർത്ഥിക്കുന്ന സകലർക്കും കഴിയട്ടെ. ചില നന്മകളെ പെറുക്കിയെടുത്തോണ്ട് പോകാൻ പറ്റണം. വീണുകിടക്കുന്ന ചിലതിനെ നമ്മളിങ്ങനെ പെറുക്കിയെടുക്കില്ലേ, പെറുക്കിയെടുത്ത് അവനവൻ്റെ കുട്ടയിലോ ബാഗിലോ കൂടിലോ ഒക്കെ ഇടും. ഇതുപോലെ ഈ പ്രാർത്ഥനയുള്ള സ്ഥലത്തു നിന്ന് നിങ്ങൾ ആരാധിക്കുമ്പോൾ ചില ദൈവാനുഗ്രഹങ്ങളെ, ദൈവം നൽകുന്ന സൗഖ്യത്തെ, ദൈവം ഒരുക്കുന്ന നന്മയെ പെറുക്കിയെടുക്കാൻ, അത് പെറുക്കിയെടുത്തോണ്ട് പോകുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാക്ക് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ചില സമയങ്ങളിൽ നമുക്ക് ദൈവത്തിൻ്റെ ഒരു ചേർത്തു പിടിക്കൽ അനുഭവിക്കാൻ കഴിയും. അവിടെ മുതലാണ് നമ്മുടെ ജീവിതവും ആരംഭിക്കുന്നത്. നിങ്ങൾ ഇഷ്ടത്തോടെ ആയിരിക്കും ഇവിടെ വന്നത്, ഇഷ്ടത്തോടെ അല്ലായിരിക്കും. പക്ഷെ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നൊരു ദൈവകരം വിശ്വാസത്തിൽ എനിക്ക് കാണാൻ കഴിയും. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ദൈവത്തിൻ്റെ കരം നിങ്ങൾ എത്ര പാപിയാണേലും, എത്ര കുറവുള്ള ഒരാളായാലും, എത്ര വട്ടം വീണ് പരിക്കേറ്റ ഒരാളായാലും, എത്ര ചെളിക്കുഴിയിൽ നിൽക്കുന്ന ഒരാളായാലും, മനുഷ്യൻ തള്ളിക്കളഞ്ഞ ഒരാളായാലും, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ ആ സ്നേഹകരങ്ങൾക്കുള്ളിലാണ്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ ആ അപ്പൻ ആ മകനെ കെട്ടിപ്പിടിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ട തൻ്റെ മകനെ കെട്ടിപ്പിടിച്ചു, ചേർത്ത് ആലിംഗനം ചെയ്തു. അവനവന് പ്രിയപ്പെട്ട ചിലരെയാണ് അങ്ങനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നത്. അങ്ങനെ ഒരു ചേർത്ത് പിടിക്കലിൻ്റെ ഒരനുഭവം മതി ഒരാളുടെ ജീവിതം വല്ലാതെ മാറി വരാൻ. അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചേ, ഇതെല്ലാവർക്കും ഇന്ന് അനുഭവിക്കാൻ കഴിയട്ടെ. ആ ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ ആ അപ്പൻ്റെ ഒരു ചേർത്ത് കെട്ടിപ്പിടിക്കൽ, ദൈവവചനം കേൾക്കുന്ന നിങ്ങളെ സ്വർഗത്തിലെ ദൈവം അകലെ നിന്ന് അവിടെ ഇരുന്നോ ഹായ് എന്ന് പറഞ്ഞു വിടുകയല്ല, നിങ്ങളെ ചേർത്ത് നിർത്തുകയാണ്. ഈ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ദിവസം ആ ഹൃദയത്തോട് നിങ്ങളെ ചേർത്ത് വയ്ക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ്, ദൈവമേ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ചിലപ്പോൾ വല്ലാതെ ഒറ്റപ്പെട്ടു പോകാറുണ്ട്, ഞങ്ങൾ മനസ്സുകൊണ്ട് തളർന്നു പോകാറുണ്ട്, ഞങ്ങൾ വല്ലാതെ വേദനിക്കുന്നവരാണ്. ചിലപ്പോൾ വലിയ ഇടുത്തി വന്ന പോലെ ചില പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എല്ലാ കണ്ണുകളെയും അടച്ച് ആ ധൂർത്തൻ ഞാനായിരുന്നു, ആ താതൻ ദൈവമായിരുന്നു. പറ്റുമെങ്കിൽ ആ അർത്ഥം മനസ്സിലാക്കി എല്ലാം ഒന്ന് പാടി. ആ ധൂർത്തൻ ഞാനായിരുന്നു, ആ താതൻ ദൈവമായിരുന്നു, ആ താതൻ ദൈവമായിരുന്നു. ഒരുമിച്ച് പറഞ്ഞു. ആ ധൂർത്തൻ ഞാനായിരുന്നു, ആ താതൻ ദൈവമായിരുന്നു. ആ പിതൃവാത്സല്യം, ആ പിതൃവാത്സല്യം അലിവോടെ എന്നെ വഴി നോക്കി നിൽക്കയായിരുന്നു. ആ പിതൃവാത്സല്യം അലിവോടെ എന്നെ വഴി നോക്കി നിൽക്കയായിരുന്നു. അടുത്തൊരു വരിയുണ്ട്, ആ ദിവസം ഇന്നായിരുന്നു എന്ന്. അടുത്ത വരി അങ്ങനെയാണ്, ആ ദിവസം ഇന്നായിരുന്നു, ആ ഭവനം യേശുവായിരുന്നു. നമുക്കത് വിശ്വസിക്കാം. ആ ദിവസം ഇപ്പോഴാണ്, ഇന്നാണ്. ആ ദിവസം ഇന്നായിരുന്നു, ആ ഭവനം യേശുവായിരുന്നു. സുവിശേഷ
സുവിശേഷം കേൾക്കുമ്പോൾ ആത്മാവിലെന്നെ തഴുകുന്ന സ്നേഹമായിരുന്നു. പറയുമോ? സുവിശേഷം കേൾക്കുമ്പോൾ ആത്മാവിലെന്നെ തഴുകുന്ന സ്നേഹമായിരുന്നു. ആ ദിവസം ഇന്നായിരുന്നു, ആ ഭവനം യേശുവായിരുന്നു. ശബ്ദമുയർത്തി പറയുമോ? ആ ദിവസം ഇന്നായിരുന്നു, ആ ഭവനം യേശുവായിരുന്നു. സുവിശേഷം കേൾക്കുമ്പോൾ ആത്മാവിലെന്നെ തഴുകുന്ന സ്നേഹമായിരുന്നു. സുവിശേഷം കേൾക്കുമ്പോൾ ആത്മാവിലെന്നെ തഴുകുന്ന സ്നേഹമായി. കണ്ണുകളടച്ച് ആ ധൂർത്തൻ ഞാനായിരുന്നു എന്ന് പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് അനുഭവിക്കാൻ കഴിയട്ടെ. സുവിശേഷം ദൈവത്തിൻ്റെ സ്നേഹമാണ്. സുവിശേഷം ദൈവത്തിൻ്റെ സ്നേഹമാണ്. അത് സ്നേഹത്തോടെ വിളമ്പുന്ന സ്ഥലമാണിത്. ദൈവത്തിൻ്റെ സ്നേഹത്തെ ഭക്ഷണം പോലെ കൊടുക്കുന്ന സ്ഥലമാണിത്. നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നൊരു ദിവസമാണിത്. രണ്ട് കരങ്ങളും ഉയർത്തി പറ്റുപോലെ സ്തുതിക്കുമ്പോൾ പാട്ടുകാരൻ അവിടെ പാടും, ആ ധൂർത്തൻ ഞാനായിരുന്നുവെന്ന്, ആ താതൻ ദൈവമായിരുന്നുവെന്ന്. വിശ്വാസത്തോടെ ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. വാത്സല്യം അലിവോടെ എന്നെ വഴി നോക്കി നിൽക്കയായിരുന്നു. ആ പിതൃവാത്സല്യം അലിവോടെ എന്നെ വഴി നോക്കി. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ഒത്തിരി അനുഗ്രഹവും അത്ഭുതവും ഇവിടെ നടക്കണം. രണ്ട് പ്രാർത്ഥനയാണ്. ആ ദിവസം ഇന്നായിരുന്നു, ആ ഭവനം യേശുവായിരുന്നു. അതൊന്ന് വിശ്വസിക്കാമോ? കണ്ണുകളടച്ച് ഇത് വിശ്വസിക്കുക. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും ഈ വചനം സ്വീകരിക്കുക. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഈ പ്രാർത്ഥന സ്വീകരിക്കുക. ഇവിടെ വന്നത് നഷ്ടമായി വരണ്ടായിരുന്നു എന്ന് പറയാനിടവരുകയില്ല. ഒരനുഗ്രഹത്തെ തന്ന ദൈവം നിങ്ങളെ ഇന്ന് ഭവനത്തിലേക്ക് മടക്കി അയക്കും. സമൃദ്ധമായ ചില നന്മകളുമായി നിങ്ങൾ ഇവിടെ നിന്ന് പോകുവാൻ ഇടവരും എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. ആ ദിവസം ഇന്നായിരുന്നു, ആ ഭവനം യേശുവായിരുന്നു. പാടുമോ? ആ ദിവസം ഇന്നായിരുന്നു, ആ ഭവനം യേശുവായിരുന്നു. കർത്താവേ, ഞങ്ങളത് വിശ്വസിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടാനുള്ള ദിവസമാണിന്ന്. നന്ദി പറയുന്നു. ഈ മഴയിലും ഈ കാറ്റും ഈ പ്രതികൂലവും ഈ പകർച്ചവ്യാധിയുള്ള സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇവിടെ വരാൻ മനസ്സ് കാണിച്ചതിന് നന്ദി പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങളെല്ലാവരും യോഗ്യരാകുവാൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് രക്ഷിക്കണമേ. ആമേൻ. ഇരിക്കാമോ? ഹല്ലേലൂയ. ഏറെ സന്തോഷത്തോടെ ദൈവവചനം നിങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥനയോടെ എത്തിക്കാൻ കഴിയുന്ന ഓരോ നിമിഷങ്ങൾക്കും നന്ദി പറയുകയാണ്. നമുക്കറിയാം, അത്യാവശ്യം മഴയും മഞ്ഞും ഒക്കെയുള്ള തണുപ്പൊക്കെയുള്ളൊരു പകലാണിത്. എന്നിട്ടും ഇത്രയും ആളുകൾ താഴെയും ഇവിടെയുമൊക്കെ ധാരാളം ആളുകൾ വന്നിരിക്കുന്നത് ഒരനുഗ്രഹമായിട്ട് കാണുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ പാടിയ പാട്ടും ഇവിടെ നടക്കുന്ന ഓരോ പ്രാർത്ഥനയും
നല്ലതായിട്ട് തോന്നുന്നെങ്കിൽ അത് കാരണം എന്നറിയാമോ? നിങ്ങൾക്ക് നല്ലൊരു ദൈവ മനസ്സുള്ളത് കൊണ്ടാണ്. എന്നോട് ചിലർ പറയാറുണ്ട്, ആ ക്ലാസ് നന്നായി, അന്നേരം പാടിയ ആ പാട്ട് ഭയങ്കര അനുഭവമായിരുന്നു, ഞങ്ങളോട് സംസാരിച്ചതുപോലെ തോന്നി, ഞങ്ങൾ ഭയങ്കര ഒരു ആശ്വാസം കിട്ടി കേട്ടോ, മനസ്സിന് എന്തെന്നില്ലാത്തൊരു പ്രശാന്തത ലഭിച്ചു. നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയൊക്കെ, ഈ വചനമൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ നിങ്ങളെ സ്വാധീനിക്കുന്നെങ്കിൽ, നിങ്ങൾക്കത് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം, ഒരർത്ഥം ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കിത് കേൾക്കുന്ന നിങ്ങൾക്ക് നല്ലൊരു മനസ്സ് ഉള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ നല്ല മനസ്സിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ ദൈവം പരിഹരിക്കാൻ ഈ പ്രാർത്ഥനയിലൂടെ ഇടയാകട്ടെ. നിങ്ങളുടെ പ്രശ്നങ്ങളെ ഈ കേൾക്കുന്ന വചനത്തിലൂടെ ദൈവം പരിഹരിക്കാൻ ഇടയാകട്ടെ. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ, ശ്രദ്ധിച്ച്, ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ ഈ പുസ്തകത്തിലെ മുഴുവൻ വചനങ്ങളും വേണ്ട. ഈ പുസ്തകത്തിലെ ഒറ്റ വചനം മതി. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കപ്പെട്ട് നിങ്ങളുടെ ജീവിതം ഒന്ന് അനുഗ്രഹമാകാൻ ഈ പുസ്തകത്തിലെ മുഴുവൻ വാക്കുകളൊന്നും വേണ്ട. ഈ പുസ്തകത്തിലെ ഏതേലും ഒരു വചനം മതി. നിങ്ങളെന്ന വ്യക്തി സർവശക്തനാൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതിനുള്ളൊരു ദിവസമാണിത്. ദൈവം ഒരുക്കിയ സമയമാണ്. നിങ്ങൾക്ക് ഇവിടെ വരാതിരിക്കാമായിരുന്നു. എന്തിനാണ് ഈ മഴയും പിടിച്ച് ഇല്ലാത്ത കാശും മുടക്കി ഇത്രയും ദൂരം വന്നത്? വരാതിരിക്കായിരുന്നല്ലോ. ആരും ചോദിക്കത്തില്ല എന്നാ പോകാത്തതെന്ന്. സ്വന്തം ഇഷ്ടത്താൽ വന്നതാണ്. ഇവിടെ ഒത്തിരി സഹോദരന്മാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, പല പ്രായത്തിലുള്ളവരുണ്ട്. ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന ഒരാൾ പറഞ്ഞു, ഞാനൊരു IT ജോലി ചെയ്യുന്ന ആളാണ്, ഞങ്ങൾക്ക് ഭയങ്കര പ്രഷറുണ്ട്, ടെൻഷനുണ്ട്, ഭയങ്കര ടാർജറ്റുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു പാക്കറ്റ് സിഗരറ്റ് മേടിച്ച് ആ സൈഡിലേക്ക് പോയി കണ്ടിന്യൂസ് ആയിട്ട് 3, 4, 5 എണ്ണം അങ്ങ് വലിക്കും, വേഗത്തിൽ വലിക്കും. അപ്പോൾ ഒരു ചെറിയൊരു റിലാക്സേഷൻ കിട്ടും, ഒരു ചെറിയൊരു ആശ്വാസം കിട്ടും. ചില ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ മാറാൻ കുറേ സിഗരറ്റ് വലിക്കും. ചിലർ അവരുടെ പ്രശ്നവും പ്രതിസന്ധിയും വരുമ്പോൾ കണ്ടമാനം മദ്യം കഴിക്കും, ഡ്രഗ്സ് എടുക്കും. ഇതൊക്കെ എടുക്കുമ്പോൾ അവരറിയുന്നില്ല ഇത് അവരവരെ തന്നെയാണ് കൊല്ലുന്നതെന്ന്. നമ്മളൊരു തൽക്കാലം ഒരു ആശ്വാസത്തിന് വേണ്ടി സിഗരറ്റോ ലഹരിയോ ഡ്രഗ്സോ ഒക്കെ ഉപയോഗിക്കുമ്പം അത് പാമ്പ് പോലെ, മൂർഖം പാമ്പ് പോലെ അവനെ തന്നെയാണ് അത് കൊത്തുന്നത്. അത് അവനെ തന്നെ കൊല്ലും. അവൻ്റെ കരളുകളെയും, ശ്വാസകോശം പോകും, ആരോഗ്യം പോകും, ലിവർ സിറോസിസ് വരാൻ സാധ്യതയുണ്ട്, പല പ്രശ്നമുണ്ട്. പക്ഷെ എന്നാലും ചിലർ അവർക്ക് പ്രശ്നം വരുമ്പോൾ അവർ തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകും, യാത്ര ചെയ്ത് മോശകാര്യങ്ങളിലേക്ക് പോകും. അതിലേക്കൊന്നും പോകാതെ 10 സിഗരറ്റ് വലിക്കാതെ, ഒരു കുപ്പി മദ്യം മേടിച്ച് കുടിച്ച് എവിടെയെങ്കിലും കട്ടിലേക്ക് കിടക്കാതെ, തെറ്റായ ഒരു ബന്ധത്തിൽ പോയി എവിടെയെങ്കിലും ഏതെങ്കിലും മുറിയിലിരിക്കാതെ, ഈ പ്രാർത്ഥനയുള്ള അന്തരീക്ഷത്തിൽ ഇവിടെ വരണമെങ്കിൽ അത് ശ്രേഷ്ഠമായൊരു കാര്യമാണ്. അത് വലിയ കാര്യമാണ്. നിങ്ങളെ ഓർത്ത്, എല്ലാ പ്രായത്തിലുള്ളവരെ ഓർത്ത് സർവശക്തനായ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കാരണം നിങ്ങൾക്കിവിടെ വരാതിരിക്കാമായിരുന്നു. ഇവിടെ വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ ഇവിടെ വന്നതിൻ്റെ ഒരു കാരണം നമ്മൾ കാണില്ല. ചിലപ്പോൾ ദൈവത്തിൻ്റെ കരം നമ്മളെ തള്ളി 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 ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തിക്കും. കാണാത്തൊരു കരം നമ്മളെ തള്ളിത്തള്ളിയാണ് ഇവിടെ കൊണ്ടുവന്നെങ്കിലോ, അങ്ങനെങ്കിൽ ഇത് ദൈവീകമായൊരു പദ്ധതിയുടെ ഭാഗമാണ്. നിങ്ങളെടുക്കുന്ന ഈ ത്യാഗത്തിന് മനുഷ്യൻ്റെ കയ്യിൽ നിന്നൊന്നും കിട്ടിയില്ലെങ്കിലും ദൈവസന്നിധിയിൽ അതിന്
പ്രതിഫലമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചെറിയ കാര്യമല്ല. സത്യമല്ലേ? നിങ്ങൾക്ക് തന്നെ ചിന്തിക്കത്തില്ലേ? അങ്ങനെ കള്ള് കുടിക്കുന്ന ഒരാളോട് ചോദിച്ചു നോക്കിക്കേ, നിങ്ങൾ എന്താ ഇങ്ങനെ കുടിക്കുന്നത്? ടെൻഷനാണ്, ഭയങ്കര ടെൻഷനാണ്, ഞാൻ എന്തു ചെയ്യണം? അവർക്ക് തന്നെ പറ്റുന്നതിലധികമായ അളവിൽ കുടിച്ച് വീണു പോകുന്നു. അവർ ചോദിക്കുമ്പോൾ പറയുന്ന ഭയങ്കര ടെൻഷനാണ്, പ്രഷറാണ്. നിങ്ങൾ ദൈവവചനം കേൾക്കുമ്പോൾ ഇത് സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലെ പ്രയാസം എന്താണെന്ന്. ചില ആളുകൾ അവരുടെ പ്രശ്ന പരിഹാരത്തിന് സിഗരറ്റ് വലിക്കും, തെറ്റായ ബന്ധത്തിൽ പോകാം, ഡ്രഗ്സ് ഉപയോഗിക്കാം, മദ്യം കഴിക്കാം. അത് അവനെ നശിപ്പിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങളിൽ ദൈവത്തെ ആരാധിക്കാനും കുറച്ചു നേരം ദൈവത്തിൻ്റെ വചനം കേൾക്കാനും നിൽക്കുന്ന ഈ സമയമുണ്ടല്ലോ, ഈ സമയം ഒരിക്കലും നിങ്ങളെ നശിപ്പിക്കുകയില്ല. ഇത് നിങ്ങളെ വെട്ടിമുറിച്ച ചെടി വീണ്ടും കിളുക്കുന്നത് പോലെ ഒരു പുതിയ ജീവിതത്തിലേക്ക് എത്തിക്കുകയേ ഉള്ളൂ. ഇതൊരു തുടക്കമാകാൻ കാരണമാകും. ഇതൊരു ഉയർച്ചയ്ക്കും മഹത്വത്തിനും കാരണമായിട്ടിതങ്ങ് മാറും. ഈ സമയം നഷ്ടമാകാതിരിക്കട്ടെ, ഇതൊരു അനുഗ്രഹമാകട്ടെ. ഹല്ലേലൂയ. ഞാൻ ഇതുപോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കുവാണ്. നമ്മളിപ്പോൾ ഇത് ദൈവസാന്നിധ്യമുള്ളൊരു സ്ഥലമാണ്. ദൈവസാന്നിധ്യം. ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകാമെന്നിരിക്കട്ടെ, മണലുള്ള സ്ഥലമാണെന്നിരിക്കട്ടെ, മണൽ നമ്മൾ നോക്കുമ്പോൾ ഉണ്ട് കുറേ ആൾക്കാരുടെ കാൽപാദം ഇങ്ങനെ മണ്ണിക്കൂടെ ഇങ്ങനെ പതിഞ്ഞ് പോകുന്നു. അവിടെ ആരെയും കാണുന്നൊന്നുമില്ല, പക്ഷെ നമുക്കറിയാം ഇതിലൂടെ ആരോ പോയിട്ടുണ്ട്. ആരുടെയോ കാൽപ്പാടാണ് ഇത്. ഇച്ചിരി വലിയ മനുഷ്യൻ്റെ ഇത് ഒരു കൊച്ചിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇതിലെ പോയിട്ടുണ്ട്. എങ്ങനെ മനസ്സിലായി? ആ മണ്ണിൽ പതിഞ്ഞു കിടക്കുന്ന നടന്നു പോയ ആരുടെയൊക്കെയോ കാൽപ്പാടുകൾ കണ്ടപ്പോൾ മനസ്സിലായി ഇതിലെ ആരോ നടന്നു പോയിട്ടുണ്ടെന്ന്. നിങ്ങൾ വന്നിരിക്കുന്ന ഈ സ്ഥലത്ത് ചില കാൽപ്പാടുകളുണ്ട്. ഇവിടെ നിന്ന് കേൾക്കുന്ന ഓരോ സാക്ഷ്യങ്ങളും ദൈവം ഇതിലെ നടന്നുപോയതിൻ്റെ കാൽപ്പാടുകളാണ്. നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ഇവിടെ ഓരോരുത്തരും ഞങ്ങളോട് പറയും. ചിലർ എഴുത്തെഴുതി സാക്ഷ്യം പറയും, ചിലർ ഇവിടെ വന്ന് എഴുതി കൊടുക്കും. അതെന്താണ്? ഇതിലെ ഈ പ്രാർത്ഥിക്കുന്ന ഈ പുണ്യഭൂമിയിൽ ദൈവം, സർവശക്തനായ ദൈവം, ഇന്നും ജീവിക്കുന്ന ദൈവം നടന്നു പോയതിൻ്റെ മായാത്ത ചില അടയാളങ്ങളാണ്. അത് കാണുമ്പോൾ അറിയാം. ഓരോരുത്തർ സാക്ഷ്യം പറയാൻ അവർക്കറിയില്ല എങ്ങനെയാ സാക്ഷ്യം പറയേണ്ടതെന്നൊന്നും. ചിലപ്പോൾ ഇതൊക്കെയാണോ സാക്ഷ്യം എന്നൊക്കെ ചിന്തിക്കും. ആ സാക്ഷ്യം കേൾക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആളും ഇപ്പുറത്തിരിക്കുന്ന ആളുകളും എല്ലാവരും ഓർത്തോണം, ഇതിലെ ദൈവം നടന്നതിൻ്റെ ഒരു കാൽപ്പാടാണ് ഈ പറഞ്ഞ സാക്ഷ്യം. ദൈവം ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഓരോ കാൽപ്പാടുകളും, ഓരോ സാക്ഷ്യങ്ങളും. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നിങ്ങളെ ഒത്തിരി സഹായിച്ച നല്ല ദൈവാനുഭവം ഉണ്ടാകട്ടെ. എഴുതി വച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണിത്. ചുമ്മാ എന്തേലും പറയുന്ന സ്ഥലമല്ല. എഴുതി വച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണൊരു പള്ളിയാണിത്. എഴുതി വച്ച് പ്രാർത്ഥിച്ചതിൽ ദൈവം പ്രവർത്തിച്ചതിന് ഞങ്ങൾ സാക്ഷികളുമാണ്. ഞങ്ങൾ സാക്ഷികളാണ്. എത്ര സാക്ഷ്യമാണ് കേട്ടത്. എഴുതി വച്ച് പ്രാർത്ഥിച്ചതിന് അനുഗ്രഹമുണ്ട്. ഒരു കരമുയർത്തി ഒന്ന് സന്തോഷത്തോടെ ഒന്ന് പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളെ താഴ്ത്താം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചില കാര്യങ്ങളിങ്ങനെ ഓർക്കും. ഇപ്പം ചിലരൊക്കെ നല്ല പൈസയുള്ള കാലത്തെ അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരാളോടൊരു 25,000 രൂപ ചോദിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ എന്നോട് ആ പുള്ളി പറഞ്ഞു, ഒരു 10:30 ആ അമ്പലവയിൽ വാ എന്ന് പറയുവാണെന്നിരിക്കട്ടെ. ഞാൻ ബസ് കയറി കൽപ്പറ്റയ്ക്ക് പോയി. എന്നോട് തരാമെന്ന് പറഞ്ഞ ആൾ എവിടെ വരാനാണ് പറഞ്ഞത്? നിങ്ങളൊരു 10:30-11 അമ്പലവയിൽ ആ റേഷൻ കടയുടെ അവിടെ വാ, ഇല്ലെങ്കിൽ ആ വർക്ക്ഷോപ്പിൻ്റെ അവിടം വരെ വാ, ഇല്ല ആ ഹോട്ടലിന് മുന്നിൽ വാ, ഞാൻ അങ്ങോട്ട് വരാം. ഒരു 10:30-11 ഇടയ്ക്ക് വരണമെന്ന് പറയും.
ഞാൻ അമ്പലവയൽ ചെന്നാൽ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ വണ്ടി കയറി നേരെ കൽപ്പറ്റയ്ക്ക് പോയി, കൽപ്പറ്റയിൽ നേരെ കോഴിക്കോടിന് പോയി. എനിക്ക് ആ പൈസ കിട്ടത്തില്ല. ഞാൻ ചോദിച്ചയാൾ എന്നോട് പറഞ്ഞത് ഇന്ന സ്ഥലത്ത് വരാനാണ്. അവിടെ ചെന്നാൽ ഞാൻ ചോദിച്ചത് എൻ്റെ കയ്യിൽ വരും. ഈ ഉദാഹരണം നിങ്ങൾക്ക് ഇഷ്ടമാണോ, ഇത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ദൈവവും ചിലതൊക്കെ തരാൻ ആഗ്രഹിക്കുമ്പോൾ മനുഷ്യരോടകത്ത് നിന്ന് പറയും, ഇന്ന സ്ഥലത്ത് പോയി ഒരു ദിവസം പ്രാർത്ഥിക്കുക. അത് ഭാര്യയിലൂടെ പറയും, നിങ്ങളൊരു സ്ഥലം വരുന്നു പോ. അല്ലെങ്കിൽ മാതാപിതാക്കൾ പറയും, എടാ ഇത്ര ദിവസം, ഒരു ദിവസം നീ ഒന്ന് പോയി പ്രാർത്ഥിക്കുക. ചിലതൊക്കെ നമ്മുടെ കയ്യിൽ വരണമെങ്കിൽ ദൈവം പറഞ്ഞ സ്ഥലത്തും ദൈവം നിയോഗിച്ച സ്ഥലത്തും നമ്മൾ ചെല്ലണം. എന്നാലേ അത് തരാൻ കൈ പിടിച്ചിരിക്കുന്ന ആൾ കീശേന്ന് അതെടുത്ത് നമ്മുടെ കയ്യിലോട്ട് തരത്തുള്ളൂ. അത് 25,000 രൂപയുടെ കാര്യമായാലും 5 രൂപയുടെ കാര്യമായാലും അങ്ങനെയാണ്. ദൈവം ചിലതൊക്കെ തരാൻ ആഗ്രഹിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളെ ഈ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും. അതൊരു അനുഗ്രഹത്തിനാണ്, അതൊരു നന്മയ്ക്കാണ്. എവിടെയെങ്കിലും പോയിട്ട് അത് കിട്ടിയില്ല, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അല്ല, ദൈവം പറഞ്ഞ സ്ഥലത്ത് വരണം, പറഞ്ഞതുപോലെ അവിടെ നിൽക്കണം. എവിടെയെങ്കിലും പോയിട്ട് കാര്യമില്ല. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ പരാതി പറഞ്ഞൊന്നിരിക്കട്ടെ, നിങ്ങൾ ആ പൈസ തന്നില്ല കേട്ടോ. അല്ല സുഹൃത്തെ, നിങ്ങളോട് ഇന്ന സ്ഥലത്ത് വരാനല്ലേ പറഞ്ഞത്, നിങ്ങൾ അങ്ങോട്ട് പോയാൽ എങ്ങനെ ശരിയാവും? നമ്മൾ ചിലതൊക്കെ ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ കൈകളിൽ നിന്ന് നമ്മുടെ കയ്യിലേക്ക് ചിലതൊക്കെ ദൈവം ഏൽപ്പിക്കുന്നത്. ചിലപ്പോൾ അങ്ങ് കാസർഗോഡൊന്നും തിരുവനന്തപുരത്തൊന്നും ഈ അടുത്തുനിന്നൊക്കെ വന്നവരുണ്ട്. എന്തിനാ ഇവിടെ വന്നത്? ഇവിടെ വെച്ചായിരിക്കും അത് ദൈവം നിങ്ങളുടെ കൈകളിലേക്കത് കൈമാറി തരുന്നത്. ദൈവം ഒരനുഗ്രഹവും എറിഞ്ഞു കൊടുക്കത്തില്ല. അവിടെ നമ്മൾ ചില കാര്യങ്ങൾ എറിഞ്ഞു കൊടുക്കും, വേണേ പിടിച്ചോ. ദൈവം കൈകളിൽ നിന്ന് കയ്യിലേക്ക് മാത്രമേ അനുഗ്രഹങ്ങളെ കൈമാറത്തുള്ളൂ. മനുഷ്യൻ ചിലപ്പോൾ മുട്ടായി എറിഞ്ഞു തരുന്ന പോലെ എറിഞ്ഞു കൊടുക്കുമായിരിക്കും, അത് പെറുക്കിയെടുക്കാം. അങ്ങനെയില്ല. ദൈവം ദൈവത്തിൻ്റെ കയ്യിൽ നിന്നെടുത്ത് നമ്മുടെ കയ്യിലേക്ക് അത് കൈമാറും. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഇങ്ങനെ പറയുവാണ്, നിങ്ങൾക്ക് ചിലതൊക്കെ മനസ്സിലാകും, ചിലതൊക്കെ ഉപകാരമാകും. നമ്മളൊക്കെ ചില ആളുകൾ പൈസ ഉള്ളപ്പോഴേ, നല്ല ജോലിയുണ്ട്, അല്ല ഇസ്രായേലിലാണ് അല്ലെങ്കിൽ കാനഡയിലാണ്, പൈസ ഉള്ളപ്പോൾ കുറച്ച് പൈസ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി അവിടെ ഫിക്സഡ് ഇടും, അല്ലെങ്കിൽ ബാങ്കിൽ പൈസ ഇട്ടേക്കും. എന്തിനാണ്? കുറേ വർഷം കഴിയുമ്പോൾ ഒരാവശ്യം വരുമ്പോൾ ആരുടെയും മുമ്പിൽ കൈ നീട്ടേണ്ടി വരില്ല. ഒരാവശ്യം വരുക, ഒരു 10,000 രൂപ തരുമോ എന്ന് ചോദിക്കണ്ട. പേഴ്സ് തുറക്കുക, അല്ലെ അലമാരിയിൽ നിന്ന് ATM കാർഡ് എടുത്ത് ആ സ്ഥലത്ത് പോയി ആ പിൻകോഡ് ഞെക്കി പൈസ ആവശ്യമുള്ളത് എടുക്കാം. ഇത് പൈസയുടെ കാര്യത്തിൽ നിങ്ങളും ആരോഗ്യമുള്ളപ്പോഴും സന്തോഷമുള്ളപ്പോഴും സൗഭാഗ്യമുള്ളപ്പോഴും ദൈവത്തിൽ ഒരു അക്കൗണ്ട് എടുത്തോണം കേട്ടോ. ദൈവത്തിന് ഒരു അക്കൗണ്ട് വേണം. എന്നറിയോ, നാളെ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, നാളെ നമ്മൾ വല്ലാതെ ഒറ്റപ്പെട്ടു പോകുമ്പം വാടിപ്പോകാതിരിക്കാൻ ഈ ATM കാർഡ് പോലെ ഒരെണ്ണം കൈ വേണം. ആരുടെ മുമ്പിലും കൈ നീട്ടേണ്ടി വരില്ല. തക്ക സമയത്ത് നമ്മുടെ കയ്യിൽ, അത് പൈസയുടെ കാര്യത്തിൽ അങ്ങനെയാണ്. നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു ആവശ്യം വന്ന് ബാങ്കിൽ പൈസ ഉണ്ടെന്ന് ഒന്നും പേടിക്കേണ്ട. ആ പേഴ്സിൽ നിന്ന് ATM കാർഡ് എടുക്കുന്നു, അതിനകത്ത് ഇടുന്നു, ആ നമ്പർ ഞെക്കുന്നു, എത്ര പൈസയാണ് വേണ്ടത്, 10-5 മിനിറ്റ് കൊണ്ട് കയ്യിൽ പൈസ വന്ന്. ആയ കാലത്ത് ഡിപ്പോസിറ്റ് ഇട്ടോണ്ടായത്. നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ദൈവത്തിലൊരു അക്കൗണ്ട് വേണം. അക്കൗണ്ട് തുറക്കുന്ന സ്ഥലമായത്. നമ്മൾ ചില അക്കൗണ്ട് തുടങ്ങുക ദൈവത്തിൽ, പ്രാർത്ഥനയിൽ. എന്തിനാ? പലരും ചോദിക്കും, എന്തിനാ ഇത്? വേറെ പണിയൊന്നുമില്ല, മഴയല്ലേ, പനിയല്ലേ, പകർച്ചവ്യാധിയല്ലേ, കാശില്ലാത്തപ്പോൾ എങ്ങോട്ടായി പോക്ക്? ചിലതൊക്കെ നമ്മൾ തുടങ്ങി വെക്കുമ്പോൾ ഇന്നല്ല അതിൻ്റെ ഗുണം, കുറേ നാളുകൾക്ക് ശേഷം. ചിലപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോയേക്കാം, ചിലപ്പോൾ എനിക്ക് വലിയ പ്രയാസം ഉണ്ടായേക്കാം. ചിലതൊക്കെ വരുമ്പം തളർന്നും പരാജയപ്പെട്ടും പോകാതിരിക്കാൻ, അല്ല, കൃത്യമായ ദൈവത്തിൻ്റെ സഹായം ലഭിക്കാൻ അത് കാരണമാകും. ഹല്ലേലൂയ. ഇന്ന് എങ്ങനെയുള്ള അനുഭവം എന്നറിയാമോ? ഇന്ന് ഈ വചനം ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴേ ഒരു വചനത്തിലേക്കൊക്കെ ഞാൻ വരാം, ഒരു വചനമൊക്കെ നിങ്ങളോട് പറയാം. ഞാൻ ഇന്നലെ ഇങ്ങനെ കാര്യങ്ങളിങ്ങനെ
ഓരോ വചനമൊക്കെ ഒരുങ്ങുമ്പോൾ ഓരോ മനസ്സിൽ വരുന്ന ഓരോ കാര്യങ്ങളായി ഇങ്ങനെയൊക്കെ പറയുന്നത്. പകലാണെങ്കിലും ചിലർ വാതിലും ജനലും കർട്ടനൊക്കെ ഇട്ടാൽ മുറിക്കകത്ത് ഇരുട്ടാണ്. പകലാണ്, പക്ഷേ ജനലും അടച്ച് വാതിലും അടച്ച് നല്ല കട്ടിയുള്ള കർട്ടനും അങ്ങിട്ടാൽ പകലായാലും മുറി ഇരുട്ടാവും. ഇരുട്ട് മാറണല്ലോ, ആ കർട്ടനങ്ങ് മാറ്റിയിട്ട് ആ ജനലങ്ങ് തുറക്കുമ്പം ഒരു ഡാം പൊട്ടിയതുപോലെയാ വെളിച്ചം, ആ പുറത്തുള്ള വെളിച്ചം ആ റൂമിലേക്ക് കയറുന്ന സെക്കൻഡുകൾ കൊണ്ട്. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് കർട്ടൻ മാറ്റി ആ ജനൽ തുറക്കുമ്പോൾ വെളിച്ചം കയറുന്ന പോലെ ഇന്ന് ചില അനുഗ്രഹത്തെ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ പ്രവേശിപ്പിക്കട്ടെ. ചില നന്മകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ തുറന്നു വിട്ടതുപോലെ കയറി വരാൻ ഇടയാകട്ടെ. ഒന്ന് പ്രാർത്ഥിക്കാമോ? ഇത്രയും കാര്യങ്ങളെ മനസ്സിൽ വെച്ച് ഒന്ന് കരങ്ങളെ ഹൃദയത്തോട്. ആ ദിവസം ഇന്നാണ്. ആ ഭവനം ദൈവഭവനമാണ്, അത് യേശുവാണ്. കണ്ണുകളടച്ച് ഇത് ചില അക്കൗണ്ടുകൾ തുറക്കണം. ഞാൻ ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്തിനിങ്ങനെ പാടണം? എന്തിങ്ങനെ കരമുയർത്തണം? എന്തിനിങ്ങനെ ഇരിക്കണം? ഇതിനൊക്കെ ഒരു കാര്യമുണ്ട്. ഇത് നാളെ ഒരു സമയത്തുണ്ടല്ലോ, നാളെ ഒരു സമയത്ത് ജീവിതത്തിൻ്റെ നാളുകളിൽ ഇതൊക്കെ ഗുണമാണ്. പാട്ടുപാടി ജോണ് പറഞ്ഞല്ലോ, ഇതിനൊക്കെ ഒരു അനുഗ്രഹം ഉണ്ടെന്ന്. തിങ്കളാഴ്ച എവിടെ, ചൊവ്വാഴ്ച എവിടെ അനുഗ്രഹം വന്നില്ലല്ലോ എന്നുള്ള പരാതിയല്ല. ജീവിതത്തിൻ്റെ നാളുകളിൽ ഇതൊക്കെ ഡിപ്പോസിറ്റായിട്ട് അവിടെ കിടപ്പുണ്ട്. ഇതൊക്കെ ഒരു ഡിപ്പോസിറ്റാ. ഇന്ന് പാടിയ പാട്ടും ഇന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയും ഇന്നെടുത്ത കഷ്ടപ്പാടും ഇന്നെടുത്ത ത്യാഗവും ഇതൊക്കെ ഒരു ദൈവത്തിന്റെ അക്കൗണ്ടിനകത്തൊരു ഡിപ്പോസിറ്റാണ്. നാളെ ഒരു സമയത്ത് ആരെല്ലാം അങ്ങ് തള്ളിക്കളഞ്ഞാലും ആരെല്ലാം അങ്ങ് ഉപേക്ഷിച്ചാലും ദൈവം നിന്നെ തള്ളിക്കളയാതെ പിടിച്ചു നിർത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. കർട്ടൻ മാറ്റി ജനൽ തുറക്കുമ്പോൾ പുറത്തുള്ള വെളിച്ചം ഒരു അണക്കെട്ട് പൊട്ടിയതുപോലെ സെക്കൻഡുകൾക്കുള്ളിൽ ആ റൂമിലേക്ക് കയറുന്ന പോലെ ഇന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില നന്മകൾ ഇതുപോലെ നിങ്ങളുടെ മക്കളിലേക്ക് ഇതുപോലെ ആ തടസ്സം, ആ പ്രതിസന്ധിയൊക്കെ മാറി ആ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വരാൻ, ജീവിതത്തിലേക്ക് കയറി വരാൻ ഇടവരട്ടെ, ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. ഇതൊരു തുടക്കമാണ്. ഈ ആ ദിവസം ഇന്നാകട്ടെ, ഈ അനുഗ്രഹമൊക്കെ വരുന്ന ദിവസം ഇന്നാകട്ടെ, ആ ദൈവ സ്നേഹത്തിന്റെ അനുഭവം ഇന്നുണ്ടാകട്ടെ. അതുകൊണ്ട് പാടുകയാണ്. ആ ദിവസം ഇന്നായിരുന്നു, ആ ഭവനം യേശുവായിരുന്നു. വിശ്വാസത്തോടെ പാടുമോ? ആ ദിവസം ഇന്നായിരുന്നു, ആ ഭവനം യേശുവായിരുന്നു. സുവിശേഷം കേൾക്കുമ്പോൾ ആത്മാവിലെന്നെ തഴുകുന്ന സ്നേഹമായിരുന്നു. അർത്ഥം പറഞ്ഞു പാടി. സുവിശേഷം കേൾക്കുമ്പോൾ ആത്മാവിലെന്നെ തഴുകുന്ന സ്നേഹമായിരുന്നു. ആമേൻ. ഒരു കരം ഉയർത്തി എന്ന് പറയുമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളെ താഴ്ത്തി നമുക്ക് ആദ്യം കേൾക്കുന്ന ഒരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. 2-ാമത്തെ വാക്യം ചെയ്യുമ്പോഴാണ് 3-ാമത്തെ വാക്യം നടക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 2-ാമത്തെ വാക്യം. നിന്റെ കൂടാരം വിസ്തൃതമാക്കുക, അതിലെ തിരശീലകൾ വിരിക്കുക, കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക, കുറ്റികൾ ഉറപ്പിക്കുകയും ചെയ്യുക. വാക്കുകൾ സ്ഥിരമായി അധികം കേട്ടിട്ടുള്ളൊരു വചനമായിരിക്കില്ല. ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ദൈവം പറയുവാണ്, നിന്റെ കൂടാരം വിസ്തൃതമാക്കുക, കുറച്ചുകൂടെ വലുതാക്കുക. ഞാനതിനെ ഇങ്ങനെ പറയട്ടെ, കുറച്ചുകൂടെ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക, കുറച്ചുകൂടി ഒന്ന് പ്രാർത്ഥിക്കുക, കുറച്ചുകൂടി ഒന്ന് ആരാധിക്കുക. നിന്റെ കൂടാരം വിസ്തൃതമാക്കുക, അതിലെ തിരശീലകൾ വിരിക്കുക. കയറ്
ആവുന്നത്ര നീളം കൂട്ടി, നീളം കൂട്ടുക, ആവുന്നത്ര നീളം കൂട്ടുക. ഞാനിതിനിങ്ങനെ പറയുവാണ്, കുറച്ചുകൂടെ പ്രാർത്ഥിക്കുക, കുറച്ചുകൂടെ ത്യാഗമെടുക്കുക, കുറച്ചുകൂടെ വിശ്വസിക്കുക. ഇനി മൂന്നാമത്തെ വാക്യം എന്തെന്നറിയോ? ഇങ്ങനെ നമ്മൾ ചെയ്താൽ മൂന്നാമത്തെ വാക്യം ദൈവം ചെയ്യുന്നതാണ്. നീ ഇരുവശത്തേക്കും അതിരുഭേദിച്ച് വ്യാപിക്കും. നീ കുറച്ചുകൂടെ അതിരുകൾ ഭേദിച്ച് വ്യാപിക്കും. ആമേൻ. കുറച്ചുകൂടെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചാൽ, കുറച്ചുകൂടെയൊക്കെ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ അതിരുകൾ ഭേദിച്ച് വ്യാപിക്കും. നീ കുറച്ചുകൂടെ വലുതാവും, ജീവിതം കുറച്ചുകൂടെ അനുഗ്രഹത്തിലാകും. ആമേൻ. പിന്നെയോ, നിന്റെ സന്തതികൾ രാജ്യങ്ങൾ കൈവശപ്പെടുത്തുകയും നിന്റെ സന്തതികൾ കരയും കടലും കടന്ന് മറ്റു രാജ്യങ്ങളിലെത്തും. അതല്ല എഴുതിയിട്ടുള്ളത്. നിന്റെ സന്തതികൾ രാജ്യങ്ങൾ കൈവശപ്പെടുത്തും. വേറെ ഒത്തിരി മക്കൾ കടലും കരയും കടന്ന് നല്ല നല്ല രാജ്യങ്ങളിലെത്തി. അനുഗ്രഹവാ. എന്താ അവരുടെ മക്കൾ അങ്ങനെ ദൂരെ എത്താൻ കാരണം? ഒരു കാലത്ത് ആവുന്നത്ര കയറുകൾ നീട്ടിക്കെട്ടിയതും അതിരുഭേദിച്ച് അവർ രക്ഷപ്പെടാൻ കാരണവും രണ്ടാമത്തെ വാക്യമാണ്. കുറച്ചുകൂടെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മക്കൾ അതിര് കടന്ന് എന്ന് പറഞ്ഞാൽ കടല് കടന്ന് കര കടന്ന് രാജ്യങ്ങൾ കൈവശമാക്കും. നല്ല ചില സ്ഥലങ്ങളിൽ എത്തിച്ചേരും. ആമേൻ. ഹല്ലേലൂയ. മടി കൂടാതെ പ്രാർത്ഥിക്കുക. അത് നിങ്ങളുടെ മക്കൾക്കൊരു അനുഗ്രഹമായിട്ട് വരും. ആമേൻ. പിന്നെയോ, വിജന നഗരങ്ങൾ ജനനിബിഡമാകുകയും ചെയ്യും. നാലാമത്തെ വാക്യം, ഭയപ്പെടേണ്ട, നീ ലജ്ജിതയാവുകയില്ല, നീ തോറ്റു പോവുകയില്ല. ആമേൻ. ഭയപ്പെടേണ്ട, നീ ലജ്ജിത, എവിടെയും നീ നാണം കെട്ട് പോവുകയില്ല. അടുത്തതോ, നീ അപമാനിതയാവുകയുമില്ല. ഒരിക്കലും നീ രാജ്യത്തോ പട്ടണത്തിലോ പള്ളിയിലോ ദേശത്തോ അയൽവക്കങ്ങളുടെ ഇടയിലോ കുടുംബക്കാരുടെ ഇടയിലോ നീ അപമാനിതനാവുകയില്ല, നീ ലജ്ജിതനാവുകയില്ല. ആമേൻ. പിന്നെ അടുത്തത്, നിന്റെ യൗവനത്തിലെ അപകീർത്തി. നിന്നെക്കുറിച്ച് പലരും പലതും പറഞ്ഞിട്ടുണ്ട്. അപകീർത്തി നീ വിസ്മരിക്കും, നീ മറന്നു പോകും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നിനക്ക് നല്ലൊരു കാലം, നല്ലൊരു സമയം ആമേൻ ദൈവം തരൂന്ന അതിൻ്റെ അർത്ഥം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണം, മനോഹരമായ ദിനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണമേ. ആമേൻ. യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും. ആമേൻ. എപ്പോഴാ? നിനക്ക് നല്ല കാലം വരുമ്പോൾ. ഹല്ലേലൂയ. പല വിഷമങ്ങളും ഇന്ന് മാഞ്ഞു പോകട്ടെ. ചിലർ പറയും, എനിക്ക് ഈ നാട്ടിൽ നിന്നൊക്കെ വിറ്റു പോകണമെന്ന് ആഗ്രഹമാണ്, നാട്ടിൽ നാണം കെട്ട് മടുത്തു. ഭയങ്കര നാണക്കേട് അനുഭവിക്കുന്നവരുണ്ട്. ഞാൻ എങ്ങനെ അവരുടെയൊക്കെ മുഖത്ത് നോക്കും? മാസ്ക് വെച്ച് നടക്കുന്നവരുണ്ട്. കൊറോണ കാലമായതുകൊണ്ടോ ജലദോഷമായതുകൊണ്ടോ പനിയായതുകൊണ്ടോ ഒന്നും അല്ല കേട്ടോ ചിലർ മാസ്ക് ധരിക്കുന്നത്. ഞാൻ ഒരാളോട് ചോദിച്ചു, എന്താ മാസ്ക്? ഒന്നുമില്ല. 2-3 പ്രാവശ്യം ചോദിച്ചപ്പോൾ അയാൾ പറയുകയാണ്, പലരും എന്നെ കാണുമ്പോൾ അറിയും നാണക്കേടാണ്, ഞാനാണെന്നറിയാതിരിക്കാൻ ഇത് വച്ചാലും എല്ലാവർക്കും അറിയാം, പുള്ളിനെ എല്ലാവർക്കും അറിയാം. എന്നാലും പുള്ളിക്കൊരു ധൈര്യം. ഒത്തിരി നാണം കെട്ട് പോയ ചിലർ മാസ്ക് വെച്ച് നടക്കുന്നു, മുഖം മറച്ച് നടക്കുന്നു, അറിയാതിരിക്കാൻ. എവിടെയെങ്കിലും നാണം കെട്ട് പോയിട്ടുണ്ടോ? ബൈബിൾ വചനം എന്ന് നിങ്ങളോട് പറയുന്നു, യൗവനത്തിലെ അപകീർത്തി, നാണം കെട്ടുപോയത് നാളുകളിൽ നീ വിസ്മരിക്കും. നീ ലജ്ജിതനാവുകയില്ല, തോറ്റുപോവുകയല്ലെന്ന്. എന്തു ചെയ്താൽ? രണ്ടാമത്തെ വാക്യം ചെയ്താൽ നിന്റെ കൂടാരം കുറച്ചുകൂടെ വിസ്തൃതമാക്കുക, അതിലെ തിരശീലകൾ വിരിക്കുക. കയറ് ആവുന്നത്ര നീളം കൂട്ടി കുറച്ചുകൂടെ അകലങ്ങളിൽ കെട്ടുക. ഞാനതിനെ വ്യാഖ്യാനിക്കുക, കുറച്ചുകൂടെ പ്രാർത്ഥിക്കുക, കുറച്ചുകൂടെ ആരാധിക്കുക, കുറച്ചുകൂടെ ദൈവത്തെ സ്തുതിക്കുക. അപ്പുറത്ത് ഒരു വലിയ അനുഗ്രഹത്തെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കും. ആമേൻ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഈ വാക്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഈ രണ്ടാമത്തെ വാക്യം വായിച്ചപ്പോൾ എനിക്ക് തോന്നി,
ഈ രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിന്റെ കൂടാരം വിസ്തൃതമാക്കുക, കയറുകൾ ആവുന്നത്ര അയച്ചു നീളം കൂട്ടുക, കുറ്റികൾ ഉറപ്പിക്കുക. ഇതിനൊക്കെ മടി പിടിച്ചിരുന്നാലോ? ആരാണ് ജീവിതത്തിൽ തോൽക്കുന്നത് എന്നറിയാവോ? മടി പിടിച്ചിരുന്നവരാണ്. ഞാൻ ജീവിതത്തിൽ തോറ്റയാളാണ്, ഒരു തോറ്റയാളാണ് ഞാൻ, ജയിച്ചയാളൊന്നും അല്ല. ജീവിതത്തിൽ ഞാൻ തോറ്റിട്ടുണ്ട്, പരീക്ഷയിൽ ഞാൻ തോറ്റിട്ടുണ്ട്. ജീവിതത്തിൽ അങ്ങനെ ജയിച്ച് കയറി വന്നതല്ല. ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രാവശ്യം ജീവിതത്തിലും പരീക്ഷയിലും തോറ്റതാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയുവാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റുപോയ ആളാണ്. എനിക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇംഗ്ലീഷും കണക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എത്ര എഴുതിയാലും, ഈ ഇംഗ്ലീഷിൻ്റെ പരീക്ഷ എഴുതിയാലും, ഞാൻ ഇന്നലെ ഇത് പറഞ്ഞു, എന്നാലും നിങ്ങളുടെ പറയുക, ഇത് ഈ വചനം ഒന്ന് എത്തിക്കാൻ, എത്ര എഴുതിയാലും ഒരു പേജ് കഴിഞ്ഞിട്ട് അപ്പുറത്തൊരു പേപ്പർ മേടിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ അടുത്തിരിക്കുന്ന ആൾക്കാരെയൊക്കെ നോക്കും, അവരെങ്ങനെ ചെയ്യുന്നവിടെ ഇങ്ങനെയാണ്. ഒരു 15 മിനിറ്റ് കഴിയുമ്പം എഴുന്നേറ്റ് നിന്ന്, സാർ പേപ്പർ, വീണ്ടും പേപ്പർ. ഞാൻ നോക്കും ഈ പുള്ളി എന്തോ എഴുതുന്നത്. കുറച്ച് കഴിഞ്ഞ് വീണ്ടും പേപ്പർ. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഈ ഇംഗ്ലീഷ് എന്ന വിഷയം ഈ പഠിത്തം തീരുന്നതിന് മുമ്പ് നൂലുകൊണ്ടൊന്ന് കെട്ടി ഒപ്പിച്ചൊന്ന് കൊടുക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ. എൻ്റെ പേപ്പറിന് മാത്രം നൂലില്ല, 2 എണ്ണം ഉണ്ടെങ്കിലേ നൂലുകൊണ്ട് കെട്ടേണ്ടതുള്ളൂ. ഇതെത്ര എഴുതിയാലും ഒരു പേജ് വേറൊരു പേപ്പർ മേടിക്കാൻ ഭാഗ്യമില്ല. അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെപ്പോലെ തന്നെ തിരുമണ്ടനായ ഒരുത്തനോട് ഞാൻ അഭിപ്രായം ചോദിച്ചു. എടാ, ഈ ഇംഗ്ലീഷ് നമ്മൾ 10 മിനിറ്റ് കഴിയുമ്പോഴേ നമ്മുടെ പരീക്ഷ എഴുത്തെല്ലാം തീർന്നു. ബാക്കി സമയം മുഴുവൻ ഇങ്ങനെ നോട്ടമാണ്. ആരൊക്കെ പേപ്പർ മേടിക്കുന്നു? ഈ പരീക്ഷ ഹാളിലിരിക്കുന്ന സാറ് എനിക്ക് മാത്രം ഈ 10 പൈസയുടെ നൂലിടിയല്ല കേട്ടോ. ഈ നൂലിട്ട് പോരോ, 2 മണിക്കൂറിൻ്റെ എക്സാം ഒരു 1:45 ആകുമ്പോൾ നൂലിട്ട് പോയി. ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയാൻ പാടില്ല. നൂലിട്ട് പോയി. എനിക്ക് നൂലിടിയല്ല. ആകെ അതിന് 5 പൈസ പോലും ഇല്ല നൂലിന്. പക്ഷേ എനിക്ക് നൂല് എന്തിനാ, നൂലിൻ്റെ ആവശ്യമില്ല, ഒറ്റ പേപ്പറേ ഉള്ളൂ. അപ്പം ഞാൻ ഈ പഠിക്കാത്ത എന്നെപ്പോലെ തന്നെ തിരുമണ്ടനായ ആളോട് ചോദിച്ച്, എടാ ഈ പരീക്ഷ എഴുതാൻ എന്തെങ്കിലുമൊക്കെ എഴുതാൻ എന്താണ് ഒരു മാർഗം? പുള്ളിയോട് വേറൊരു മണ്ടൻ പറഞ്ഞു കൊടുത്തത് എന്നോട്, ഞാനെന്ത മണ്ടനോട് പുള്ളി പറഞ്ഞു, എനിക്ക് പറഞ്ഞു തന്നു. ഈ പുള്ളി ഇതേ ചോദ്യം വേറൊരു മണ്ടനോട് ചോദിച്ചായിരുന്നു. അപ്പോൾ ആ മണ്ടൻ ഈ മണ്ടനോട് പറയുകയും ആ മണ്ടനായ എന്നോട്, ഞാനെന്ന മണ്ടനോട് എനിക്ക് പറഞ്ഞു തന്നു, നീ പരീക്ഷയെക്കുറിച്ച് ടെൻഷൻ വേണ്ട. അതെന്താടാ? അതായത് നിനക്ക് ഇംഗ്ലീഷ് എന്ന വിഷയത്തിൻ്റെ ചോദ്യപേപ്പർ നോക്കുമ്പോൾ ഒരെണ്ണം അറിയത്തില്ലേലും ടെൻഷൻ വേണ്ട, ഓരോന്നും എത്ര മാർക്കിൻ്റെയാണെന്ന് നോക്കിക്കോണമെന്ന് പറഞ്ഞു. ആദ്യത്തേത് 2 മാർക്കിൻ്റെ, മൂന്നാമത്തേത് 5 മാർക്കിൻ്റെ, പിന്നെ 8 മാർക്കിൻ്റെ, പിന്നെ 10 മാർക്കിൻ്റെ, ഇങ്ങനെയാണ് കിടപ്പ്. നീ ഒരു കാര്യം ചെയ്തോണം, ചോദ്യക്കടലാസ് കിട്ടുന്നു, ചോദ്യം വായിക്കേണ്ട, മാർക്ക് മാത്രം നോക്കിയാൽ മതി. ചോദ്യം വായിക്കണ്ട, എന്തായാലും ഒന്നും അറിയത്തില്ലാത്തതാണ്. ഒന്നാമത്തെ ചോദ്യം മാർക്ക് നോക്കുന്നു, 2 മാർക്കിൻ്റെ ചോദ്യപേപ്പർ തിരിച്ചു വയ്ക്കുക, പുറകിൽ നിന്ന് അങ്ങ് എഴുതി തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഏതിൻ്റെ പുറകിൽ നിന്ന്? ഈ ചോദ്യക്കടലാസ് തിരിച്ചു വെച്ച് എസ് എ ക്വസ്റ്റ്യൻ 10 മാർക്കിൻ്റെ ചോദ്യം തൊട്ട് എഴുതിക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, 5 മാർക്കിൻ്റെയോ? വീണ്ടും എഴുതിക്കൊള്ളുക. 10 മാർക്കിൻ്റെയോ? തിരിച്ച് മറിച്ചു എഴുതിക്കൊള്ളുക. എനിക്ക് ഭയങ്കര സന്തോഷമായി. നിങ്ങളാരും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പരീക്ഷ എഴുതാൻ ദയവ് ചെയ്ത് പഠിപ്പിച്ചേക്കരുത്. ഇത് എനിക്ക് പറ്റിയ മണ്ടത്തരമാണ്, ദയവ് ചെയ്ത് ആർക്കും പറ്റാതിരിക്കട്ടെ. ഞാൻ അങ്ങനെയാണ് പരീക്ഷ എഴുതാൻ പോയത്. അങ്ങനെ ഞാനും എഴുതി സാറിനോട് പറഞ്ഞു നൂല് വെക്കാൻ പറഞ്ഞു ഇവിടെ. അങ്ങനെ എന്തായാലും എഴുതി, ഇഷ്ടം പോലെ എഴുതുന്ന കണ്ടിട്ട് എൻ്റെ സുഹൃത്തുക്കൾ പോലും എന്നെ അസൂയയോടെ നോക്കാൻ തുടങ്ങി. ഇന്നുവരെയും എഴുതാത്ത ഞാൻ ഇഷ്ടം പോലെ എഴുതുന്നു. എനിക്ക് സന്തോഷമായി. 2-3 പേപ്പർ നിറച്ചെഴുതിയിട്ടുണ്ട്. ഞാൻ പരീക്ഷ കഴിഞ്ഞു, നൂലുകൊണ്ടൊക്കെ കെട്ടി നല്ല സൂപ്പറായിട്ട് കൊണ്ട് സമർപ്പിച്ച് അവിടെ വെച്ചിട്ട് പോന്നു. തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയപ്പം ചുമ്മാ ഇങ്ങനെ വായിച്ച് ചോദ്യം പോയി. ഒരു ചോദ്യം എനിക്ക് അറിയാവുന്നതുണ്ടായിരുന്നു. ഈ മണ്ടം പറഞ്ഞ് കേട്ടിട്ട് അതും കൂടെ പോയി. എനിക്ക് അന്നേരം തോന്നി, ഇത് വായിച്ചിട്ട് എഴുതുമായിരുന്നു 2 മാർക്കേലും കിട്ടിയേനെ. ഒറ്റയോരെണ്ണം ശരിയില്ല, മുഴുവൻ ചോദ്യം തിരിച്ചും മറിച്ചും തിരിച്ചും എഴുതി എല്ലാ ചോദ്യം എഴുതിയിട്ടുണ്ട്, അതും പോയി.
ഞാൻ ആ കൊല്ലം പരീക്ഷയ്ക്ക് തോറ്റുപോയി. ഞാൻ തോക്കാൻ കാരണം എന്താ? ഞാൻ തോക്കാൻ കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പശുവിൻ്റെ പുറകെയും പോയി, പുളിയെ കയറി പുളി പറിക്കാനും പോയി, പിന്നെ കുറേ പെരുന്നാളിനും ഉത്സവത്തിനും അങ്ങനെ പോയി. ഇഷ്ടം പോലെയൊക്കെ നടന്നു. 8:30 ആകുമ്പോഴേ പുതച്ചു മൂടിയും കിടന്ന് ഉറങ്ങും. ഒരു 7 മണിയാകുമ്പോഴേ എഴുന്നേൽക്കുള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് ഞാൻ തോറ്റുപോയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പുറത്തെ എൻ്റെ സുഹൃത്ത് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ സാർ പേപ്പർ, വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും പേപ്പർ, ഇഷ്ടം പോലെ പേപ്പർ മേടിച്ച് എഴുതി കൂട്ടുവാണ്. ഞാനിവിടെ ഇരുന്ന് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. പുള്ളി രാത്രി 1:30 വരെ എങ്ങാണ്ടിരുന്ന് പഠിച്ചിട്ടുണ്ട്. 4 മണിക്ക് എഴുന്നേറ്റ് വീണ്ടും പഠിത്തമാണ്. എവിടെയും പോയിട്ടില്ല, കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാ പുള്ളി ഇന്ന് ജയിച്ചത്. എനിക്ക് പിന്നീട് മനസ്സിലായി, പരീക്ഷയിൽ മാത്രമല്ല, എവിടെയും ലജ്ജിതനാകാതിരിക്കാൻ, എവിടെയും തോറ്റുപോകാതിരിക്കാൻ കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കുറ്റി ഉറപ്പിച്ചോണം. അല്ലാണ്ട് അയാൾ കുറേ പേപ്പർ മേടിച്ചു, നല്ല മാർക്കോടെ ജയിച്ചു, എനിക്കൊന്നും എഴുതാൻ പറ്റിയില്ല, എല്ലാം തോറ്റുപോയി, ഞാൻ തോൽക്കാൻ കാരണം എന്നാന്നാ പറഞ്ഞത്. പരീക്ഷയിൽ മാത്രമല്ല, ജീവിതത്തിലും അങ്ങനെയാണ്. മടി പിടിച്ചിരുന്നാൽ പ്രാർത്ഥനയ്ക്ക് പോകണ്ടേ, ആരാധനയ്ക്ക് പോകണ്ടേ എന്ന്. ഞാൻ ഇന്ന് കുർബാനയുടെ സമയത്ത് നിങ്ങൾ കേട്ടില്ലേ, ഒരു വാക്ക് ഞാൻ പറഞ്ഞു. രക്തസ്രാവക്കാരി സ്ത്രീ, രക്തം ശരീരത്തിൽ നിന്ന് പോകുന്ന അസുഖമാണ്. നമുക്കൊരു അപകടം പറ്റി നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് പോയാൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, ശരീരം കുഴഞ്ഞു പോകും. നമ്മുടെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. രക്തം പോയാൽ ക്ഷീണമാവും, ഭയങ്കര ക്ഷീണം വരും, വയ്യാണ്ടാവും, ഗ്ലൂക്കോസ് കയറ്റണം നമുക്കൊരു ബലം കിട്ടണമെങ്കിൽ. ഈ വ്യക്തിക്ക് ഈ രോഗമാണ്. ആ വ്യക്തിക്ക് ആൾക്കൂട്ടത്തിനിടയിലൊക്കെ പോയി ഈ തിക്കിലും തിരക്കിലും പോകാൻ പറ്റുമോ? എഴുന്നേറ്റ് നടക്കാൻ ആരോഗ്യമില്ലാത്ത ആൾ ജനക്കൂട്ടത്തിനിടയിൽ പോയി വസ്ത്രത്തിൻ്റെ വിളമ്പി പോകാനൊക്കെ എന്തിനീ ബെടാപ്പാട്? പക്ഷെ റിസ്ക് എടുത്തു. ശരീരം ഓക്കെ അല്ല, പറ്റുന്നൊരു അന്തരീക്ഷമൊന്നും അല്ല ശരീരത്തിന്. ഒരുപാട് വൈദ്യന്മാരുടെ അടുത്ത് പോയി മരുന്നൊക്കെ കഴിച്ചിട്ട് പ്രയോജനമില്ല. മടുത്തു, മരുന്നും കഴിച്ചു, രക്തവും പോകുന്നു, ക്ഷീണമാണ്. എന്നാലും കഷ്ടപ്പാടെടുത്ത് ത്യാഗത്തോടെ, ചില ത്യാഗമൊക്കെ എടുത്ത് ആ സ്ഥലത്ത് ചെന്ന് മടികൂടാതെ അവിടെ ചെന്നതാണ് അന്ന് അവിടെ ഒരു വലിയ സൗഖ്യം നടക്കാൻ കാരണമായത്. ഇന്ന് നമ്മളും അങ്ങനെയാണ്. മഴയല്ലേ, തണുപ്പല്ലേ, അവിടെ തിരക്കാണ്, അവിടെ പ്രശ്നമാണ്, അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, തിരക്കൊക്കെ കഴിയട്ടെ, പിന്നീടാകട്ടെ. ചില നന്മകളൊക്കെ നമ്മളെടുക്കുന്ന ആ കഷ്ടപ്പാടോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം ചില നന്മകൾ നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത്. ഹല്ലേലൂയ. ജീവിതത്തിൽ തോറ്റുപോകാതിരിക്കാൻ ഇത് ആവശ്യമാണ്. ഏത്? മടി മാറണം. അബ്രാഹത്തെ ദൈവം അനുഗ്രഹിച്ചത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. നിന്റെ ഏകജാതനായ ഈ മകനെ പോലും എനിക്ക് തരാൻ നീ മടി കാണിക്കാതിരുന്നത് കൊണ്ട് നിന്നെ ഞാൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. അങ്ങനെ തന്നെയാണ് ആ ബൈബിൾ എഴുതിയിട്ടുള്ളത്. നീ മടി കാണിക്കാതെ ഇരുന്നത് കൊണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഈ മഴയത്തും മഞ്ഞും തണുപ്പത്തും വണ്ടി ഓടിച്ചും ട്രെയിൻ കയറിയും ദൂരെ നിന്ന് വന്നും പ്രാർത്ഥിക്കുന്നത് ഒരു നല്ല അനുഗ്രഹത്തിന് തുടക്കമാകാനിടയാകട്ടെ. ഈ മടി കൂടാതെ ഇവിടെ വന്നത് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. തോറ്റുപോകാതിരിക്കാൻ അധ്വാനിക്കണം. മടി പിടിച്ച് കിടന്നുറങ്ങി ചുമ്മാ ഇഷ്ടമുള്ള പോലൊക്കെ നടന്നു, അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി ഇഷ്ടമുള്ള പോലെ നടന്നാൽ പരീക്ഷയിൽ മാത്രമല്ല ജീവിതത്തിലും തോറ്റുപോകും. പലരും തോറ്റുപോയത് അങ്ങനെയാണ്. ജീവിതത്തിൽ തോൽക്കാതിരിക്കാൻ മടി മാറണം, കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം. ഇതൊന്ന് പ്രാർത്ഥിച്ചേ, ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. ഒന്നായിരിക്കുന്ന സ്ഥലത്തിരുന്ന് ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചേ. തോറ്റുപോകാതെ, പരീക്ഷയിൽ മാത്രമല്ല ജീവിതത്തിലും തോൽക്കാതിരിക്കാനാ ദൈവം ഈ ശുശ്രൂഷയെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ വചനം വിളമ്പുന്നത് പരീക്ഷയിൽ മാത്രം തോൽക്കാതിരിക്കാനല്ല, പരീക്ഷയിലും ജീവിതത്തിലും തോൽക്കാതിരിക്കാൻ. ജീവിതത്തിൽ തോറ്റവതിനകത്തുണ്ട്. തോറ്റുപോയോ? ജീവിതത്തിൽ തകർന്നു പോയോ?
ഉയർത്തെഴുന്നേൽക്കാൻ പറ്റും, ആമേൻ. കേറി വരാൻ പറ്റും. ഹല്ലേലൂയ. ദൈവം ഒരുക്കുന്ന ചില വഴികളുണ്ട്. ആമേൻ. ചില നന്മകൾ ജീവിതത്തിൽ തെളിഞ്ഞു വരാൻ തുടങ്ങുകയാണ്. വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം ഒരുക്കിയ നന്മകൾ ജീവിതത്തിൽ തെളിഞ്ഞു വരാൻ ഇടയാകുന്നത്. ദൈവം മാർഗങ്ങളെ കാണിച്ചു തരും. ദൈവം വഴികൾ തുറന്നു തരും. എന്തു ചെയ്യണമെന്ന് ദൈവം കാണിച്ചു തരും. ഹല്ലേലൂയ. എല്ലാ വഴികളും അടഞ്ഞു പോയപ്പോൾ ചില മാർഗങ്ങളെ ദൈവം കാണിച്ചു കൊടുത്തത് ഇവിടെ വച്ചാണ്. പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ദൈവം പുതിയ മാർഗങ്ങൾ കാണിച്ചു തരട്ടെ. ആ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് ഒന്ന് കണ്ണുകളൊക്കെ നടച്ച കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമോ? എന്നിട്ട് പറ്റുന്നത് പോലെ മതി. കണ്ണുകളെ അടച്ച് നിങ്ങൾക്ക് കരം ഉയർത്താൻ പറ്റുന്നൊരു സാഹചര്യം അല്ലെങ്കിൽ വേണ്ട, പറ്റുന്നതുപോലെ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഇങ്ങനെ ഒന്ന് ചിന്തിച്ച്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ദൈവം എനിക്ക് ഒരുക്കിയിരിക്കുന്ന നന്മകളെ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുക. എൻ്റെ ജീവിതത്തിനകത്തത് വെളിപ്പെടുക, അത് തുറന്നു കിട്ടുക. ജനല് തുറക്കുമ്പോൾ, ആ കർട്ടൻ മാറ്റുമ്പോൾ പുറത്തുള്ള വായുവും വെളിച്ചവും ഇരച്ചു കയറുന്നത് പോലെ ആരാധിക്കുമ്പോൾ അനുഗ്രഹവും ജീവിതത്തിലേക്ക് കയറി വരും. പ്രാർത്ഥിക്കുമ്പോൾ വഴികൾ തുറക്കുക മാത്രമല്ല, ചില നന്മകൾ കയറി വരും ജീവിതത്തിലേക്ക്. മുറിയിലേക്ക് വെളിച്ചവും വായുവും കയറുന്നത് പോലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹം ജീവിതത്തിലേക്ക് കയറി വരട്ടെ. തടസ്സങ്ങളൊക്കെ ഒന്ന് മാറട്ടെ. ഒന്ന് സ്തുതിച്ച്, ഒന്ന് ആരാധിച്ച്, ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമോ? ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ചില വഴികളെ കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക. അതിര് ഭേദിച്ച് രാജ്യങ്ങൾ അവർ കീഴടക്കും. നിനക്ക് നന്മകൾ ഉണ്ടാകും. രണ്ടാമത്തെ വചനം ചെയ്യുമ്പോൾ മൂന്നാമത്തെ വചനം, നാലാമത്തെ വചനം പറയുന്നു, നീ ലജ്ജിതനാവുകയില്ല, നീ തോറ്റു പോവുകയില്ല, എവിടെയും നാണം കെട്ടു പോവുകയില്ല. അത് ദൈവ പ്രവൃത്തിയാണ്. എന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കയിൽ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ സകലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ സകലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടും. അതുകൊണ്ട് കരുതും അവൻ നല്ല ഓഹരി എനിക്കായി കരുതും. അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇത് സ്വീകരിക്കുന്ന ഒത്തിരി നല്ല മനുഷ്യർ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഈ തൽക്കാലം 1 മണിക്കൂറത്തേക്കുള്ള ഒരു വാക്കുകളൊന്നുമല്ല ഇത്. നിങ്ങൾ പോകുമ്പോൾ ചിലപ്പോൾ പല സമയത്തും പല മണിക്കൂറുകളിലും പശുവൊക്കെ കുറേ പുല്ല് തിന്ന് കഴിയുമ്പോൾ കുറച്ച് സമയം റെസ്റ്റ് എടുക്കും. അപ്പോൾ ഇതെല്ലാം വീണ്ടയറും, തിരിച്ചെടുക്കും. ഇതുപോലെ സമയം കിട്ടുമ്പം ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വെച്ച് വീണ്ടും ഒന്ന് ചിന്തിക്കണം. കുറച്ചുകൂടെ കാര്യങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 9 മുതലുള്ള വാക്യം ഒന്ന് വായിക്കുവാണ്. ഇത് നല്ലൊരു വചനമാണ്. ഈ വചനത്തിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ഭയങ്കര പരിപാലന കാണാൻ പറ്റും. എന്ത് കാണാൻ പറ്റും? ഒരു പരിപാലന. ദൈവത്തിൻ്റെ പരിപാലനയെ നിങ്ങൾ വിശ്വസിക്കുന്നോ? ദൈവത്തിൻ്റെ ഭക്തന്മാരെ ദൈവം പരിപാലിക്കുമെന്നാണ്. ദൈവം സംരക്ഷിക്കും. അല്ലെ, ഈ പാട്ട് പാടിയ ആള് ജോൺ ഒരു സാക്ഷ്യം പറഞ്ഞ് ഒരു വണ്ടി വന്ന് ഇടിച്ചപ്പോൾ കണ്ടവർ കേട്ടവർ വർക്ക്ഷോപ്പുകാർ പലരും പറഞ്ഞു, അയ്യോ ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. അതൊക്കെയുണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ട ചില തിന്മകളെ
ദൈവം തടഞ്ഞു നിർത്തും. ഹല്ലേലൂയ. നിങ്ങളത് അറിയുമോ, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ട ചില അനർത്ഥങ്ങൾ, ചില പ്രശ്നങ്ങൾ, ചില രോഗങ്ങൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ ദൈവം എന്ത് ചെയ്യും? അപ്പുറത്തിങ്ങനെ തടഞ്ഞു നിർത്തും. അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരത്തില്ല, അത് അവിടെ അങ്ങനെ നിൽക്കുകയുള്ളൂ. അത് സത്യമാണ്. ഇതാണ് ദൈവത്തിൻ്റെ പരിപാലന. ഞാൻ ആ വാക്യം വായിക്കാം. സനുബത് വായിച്ചേ, 16-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിച്ചേ. അനന്തരം മോശ അഹറോനോട് പറഞ്ഞു, ഇസ്രായേൽ സമൂഹത്തോട് പറയുക. ഇതെല്ലാം ശ്രദ്ധിക്കണം. മോശ ഇസ്രായേൽ അഹറോനോട് പറഞ്ഞു, ഇസ്രായേൽക്കാരോട് പോയി പറ, നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവിൻ. നിങ്ങൾ ദൈവസന്നിധിയിൽ അവിടെ ഇവിടെ എല്ലാം നിൽക്കാതെ ദൈവസാന്നിധ്യമുള്ള സ്ഥലത്തേക്ക് അടുത്തു വരണം. നമ്മൾ വന്ന പോലെ പ്രാർത്ഥനയുള്ളൊരു സ്ഥലത്ത് പല സ്ഥലത്തു നിന്നും പല ദേശങ്ങളിൽ നിന്നും അടുത്തു വന്നതുപോലെ അടുത്തു വരാൻ പറഞ്ഞു. ഇനി അടുത്ത ഭാഗം വായിക്കുന്നത് അടുത്തു വന്ന് 13-ാമത്തെ വാക്യം തൊട്ട് വായിക്കാം. വൈകുന്നേരമായപ്പോൾ, അങ്ങനെ അടുത്തു വന്ന് സന്ധ്യയായപ്പോൾ, വൈകുന്നേരമായപ്പോൾ കാടപ്പക്ഷികൾ വന്ന് പാളയം മൂടി. എവിടുന്ന് വന്നു? കാടപ്പക്ഷികൾ എവിടുന്നോ വന്ന് പാളയം മൂടി. പാളയത്തിൻ്റെ അവിടെ എല്ലാം മൂടി. രാവിലെ പാളയത്തിന് ചുറ്റും മഞ്ഞു വീണ് കിടന്നിരുന്നു. അപ്പോൾ ഈ കാടപ്പക്ഷികൾ എപ്പോഴാണ് വന്നത്? വൈകുന്നേരമായപ്പോൾ. അന്ന് രാത്രിയിൽ എങ്ങനെയായി മഞ്ഞ് അവിടെ വന്നേ? നമുക്കറിയാം, നമ്മൾ മീനും ഇറച്ചിയൊക്കെ മേടിക്കാൻ പോകുന്ന മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇതൊക്കെ കിട്ടുന്ന സ്ഥലത്ത് ഐസ് ഇട്ടാണ് വച്ചിരിക്കുന്ന എല്ലാം. ഇപ്പം മീനൊക്കെ നല്ല ഐസിനകത്തായിട്ടിരിക്കുന്നത്. നമ്മൾ ചെല്ലുമ്പോൾ അതിനകത്ത് നിന്ന് എടുത്ത് എന്തിനാ അതങ്ങനെ വച്ചിരിക്കുന്നത്? കേടായി പോകാതിരിക്കാൻ. കാടപ്പക്ഷി വന്ന സമയം എപ്പോഴാ? വൈകുന്നേരമാണ്. അന്ന് രാത്രിയിൽ ദൈവം അവിടെ എന്തെത്തിച്ചു? അവിടെ മഞ്ഞ് വീണ് കിടന്നിരുന്നു. അപ്പോൾ കാടപ്പക്ഷികളെല്ലാം ഏതിനകത്താണ്? സേഫായിട്ടിരിക്കുക, ചെയ്യാതിരിക്കുക. എല്ലാം മഞ്ഞിനകത്ത്. മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞ് പോലെ വെളുത്തുരുണ്ട് ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു. അപ്പോൾ നോക്കൂ, ഇതെല്ലാം ഭയങ്കര അനുഗ്രഹമാണ്. വേറൊരു ചോദ്യമുണ്ട്. വയനാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ ഈ സ്ഥലത്തൊക്കെ മഞ്ഞുണ്ട്, ചെറുതായിട്ടൊക്കെ മഞ്ഞും കൂടെയുണ്ട്. മരുഭൂമിയിൽ എവിടെയാണ് മഞ്ഞ്? മരുഭൂമിയിൽ എവിടെയാണ് മഞ്ഞ്? അത് ചൂട് കൂടിയ സ്ഥലമാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിപാലനയാണ്. കുറേ കാടപ്പക്ഷിയെ കൊണ്ടൊന്ന് വൈകുന്നേരം ആയപ്പോൾ കൊണ്ടിട്ടു, പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ചീഞ്ഞു പോയി എന്നല്ല. ദൈവം കൊടുത്തതൊന്നും ചീഞ്ഞും പഴകിയും പോകാതിരിക്കാൻ മഞ്ഞിനെ മരുഭൂമിയിൽ പെയ്ച്ച് അതിനകത്ത് സേഫാക്കി. നമുക്കുള്ളതിനെയും ദൈവം ഇതുപോലെ ശ്രദ്ധിച്ച് കരുതി എവിടെയൊക്കെയോ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. നേരം വെളുത്തപ്പം ചൂട് വന്നപ്പോൾ മഞ്ഞുരുകിയപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ കാണുവാണ് വെളുത്ത് ഉരുണ്ട ഒരു വസ്തു അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ കാണുന്നു. ഇവർക്ക് ഇതെന്നാന്ന് പിടികിട്ടിയില്ല. 15-ാമത്തെ വാക്യം. ഇസ്രായേൽക്കാർ ഇത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു, ഇതെന്താണ്? ഇവർക്കാർക്കും പിടികിട്ടിയില്ല. ഇതെന്നാ സംഭവം? ഇതെന്നാ സംഭവം? ചിലതൊന്നും നമുക്ക് മനസ്സിലാകില്ല കേട്ടോ. ചിലതൊന്നും നമുക്ക് മനസ്സിലായി. ഇസ്രായേൽക്കാർ ഇതെന്നതാണ് സാധനം? ഇതെന്നാ ഈ വെളുത്തത്? ഇതെന്നാ ഈ സാധനം? കാരണം ഇതിനു മുമ്പ് ഇവർ കണ്ടിട്ടില്ല ഈ സംഭവം. ഇതെന്താണെന്ന് അവർ ചോദിച്ചു. അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ മോശ അവരോട് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണ് ഇത്. ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണിത്. ഇതിനകത്ത് ഈ അപ്പവും കാടപ്പക്ഷികളൊക്കെ ദൈവം കരുതിയ മഞ്ഞിനകത്ത് കേടാകാതെ സേഫായിട്ട് ദൈവം. ഇതെവിടെ വച്ചാ ഇസ്രായേൽക്കാർ കണ്ടത്? എവിടെയെങ്കിലും ഇരുന്നപ്പോഴല്ല. അവർ മോശ പറഞ്ഞു എല്ലാവരോടും ദൈവ സാന്നിധ്യത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക് അടുത്തുവാ. ദൈവം നിനക്കൊരുക്കിയത് നീ കണ്ണുകൊണ്ട് കാണും. പ്രാർത്ഥന എന്ന മഹാ അത്ഭുതത്തിൻ്റെ മുമ്പിലാണ് അത്ഭുതങ്ങൾ സംഭവിക്കത്തുള്ളൂ. നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ
പ്രാർത്ഥന എന്ന അത്ഭുതത്തിൻ്റെ മുമ്പിൽ ദൈവം മിറക്കിളുകൾ ചെയ്യും. ആമേൻ. വലിയൊരു കാര്യം കണ്ടു. ഇനി അടുത്ത വാക്യം, 16-ാമത്തെ വാക്യം. കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: ഓരോരുത്തനും തൻ്റെ കൂടാരത്തിലുള്ള ആളുകളുടെ എണ്ണമനുസരിച്ച് ആളൊന്നിന് ഒരെമർ വീതം ശേഖരിക്കട്ടെ. 17-ാമത്തെ വാക്യം വായിച്ച്. ഇസ്രായേൽക്കാർ അപ്രകാരം ചെയ്തു. ചിലർ കൂടുതലും ചിലർ കുറവും ശേഖരിച്ചു. ഇവിടെ ശരിക്കും വായിക്കുമ്പോൾ ഒരു കാര്യമാണ്, ഒന്നിനും ഒരാൾക്കും ഒരു കുറവും ഉണ്ടായില്ല. ഹല്ലേലൂയ. ആർക്ക്? പ്രാർത്ഥനയോടെ ദൈവ സാന്നിധ്യത്തിൽ വന്ന ഒരു ആൾക്കും ഒരു കുടുംബത്തിനും ഒരു കുറവും ഉണ്ടായില്ല. കൂടുതൽ ശേഖരിച്ചവരുണ്ട്, കുറവ് ശേഖരിച്ചവരുണ്ട്. ഇതിൻ്റെ അർത്ഥം ആർക്കും ഒരു കുറവുണ്ടായില്ല. എനിക്കിത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയത്, കാടപ്പക്ഷിയും അപ്പവും ദൈവം എങ്ങനെയാ സംരക്ഷിച്ച്. കുറേ കാടപ്പക്ഷിയെല്ലാം മഞ്ഞത്ത് കിടന്നു എന്നല്ല, ഇതെല്ലാം കേടാകാതെ മഞ്ഞിനകത്ത് ഐസിനകത്ത് പൊതിഞ്ഞു വെച്ച് നേരം വെളുത്തപ്പോൾ ചൂടേറ്റി മഞ്ഞുരുകിയപ്പോൾ അവരിതെല്ലാം കണ്ടു. നിങ്ങളും പ്രാർത്ഥിക്കുന്ന നിങ്ങളും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ, പ്രാർത്ഥന എന്ന മഹാത്ഭുതത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ അത്ഭുതം കാണാൻ ഇടവരട്ടെ. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 31-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. സംഖ്യയുടെ പുസ്തകം 11-ാമത്തെ സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 31-ാമത്തെ വാക്യം. പെട്ടെന്ന് കർത്താവ് ഒരു കാറ്റയച്ചു. ഇത് ശ്രദ്ധിക്കണം. കർത്താവ് ഒരു കാറ്റയച്ചു. ആ കാറ്റ് കടലിൽ നിന്ന് കാടപ്പക്ഷികളെ കൊണ്ടുവന്നു. ഇത് എല്ലാവരും ശ്രദ്ധിക്കുക. മരുഭൂമിയിൽ മഞ്ഞ് മനസ്സിലാകുന്നില്ല, അതും ഐസ് മൂടിക്കിടന്നു. അപ്പോൾ എല്ലാം സേഫായിട്ട് കേടാകാതെ ഐസിനകത്തിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ വായിച്ചോ? ഇതൊരിക്കൽ പണ്ട് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. കർത്താവ് ഒരു കാറ്റയച്ച്, ആ കാറ്റ് കടലിൽ നിന്ന് കാടപ്പക്ഷികളെ. നിങ്ങൾ ശ്രദ്ധിക്കണം, കടലിൽ എവിടെയാണ് കാടപ്പക്ഷി? കാടപ്പക്ഷി കരയിലാണ്, കടലിൽ മീനാണ്. കടലിൽ നിന്ന് എങ്ങനെയാ കാടപ്പക്ഷി വരുന്നത്? അതും 2 കിലോയോ 3 കിലോയോ 10 ആൾക്ക് തിന്നാനുള്ളതാണോ? അവർക്ക് എല്ലാവർക്കും ഇഷ്ടം പോലെ. ഈ വാക്യം ശ്രദ്ധിക്കണം. പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്ന് നിങ്ങൾ അധികമായി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. നമ്മളാരെല്ലാം പറയാ കടലിൽ നിന്ന് കാടപ്പക്ഷി വരുമെന്ന് പറഞ്ഞാൽ പോടാ അവിടെ നിന്ന് പറയും. കടലിൽ നിന്ന് എവിടെയാണ് കാടപ്പക്ഷി? ഇവിടെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ദൈവം ഒരു കാറ്റയച്ച് കടലിൽ നിന്ന് കാടപ്പക്ഷികളെ കൊണ്ടുവന്നു. ഇനി 32-ാമത്തെ വാക്യം. ജനം അന്നു പകലും രാത്രിയും പിറ്റേന്നും കാടപ്പക്ഷികളെ ശേഖരിച്ചു. ഏറ്റവും കുറച്ചു ശേഖരിച്ചവന് പോലും 10 ഹോമർ കിട്ടിയെന്ന്. അതായത് കാടപ്പക്ഷി കടലിൽ നിന്ന് ദൈവം കൊണ്ടുവന്നിട്ട് ആർക്കും എടുക്കാൻ പറ്റാത്ത രീതിയിൽ എവിടെയും അല്ല, കൈയെത്തുന്ന ദൂരത്തിൽ അതെല്ലാം അവിടെ എത്തിച്ചു. നിങ്ങളും ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾക്കുള്ള ചില നന്മകളെ കൈയെത്തുന്ന ദൂരത്ത് ദൈവം അതെത്തിക്കും. ഇസ്രായേൽക്കാർ അതിനെല്ലാം കൈകൊണ്ടെടുത്തു. ഏറ്റവും കുറവ് ശേഖരിച്ചവന് പോലും 10 ഹോമർ കിട്ടിയെന്ന്. ഒന്നിനും ഒരു കുറവുണ്ടായില്ല. അപ്പത്തിനും കാടപ്പക്ഷിക്കും ഒന്നിനും ഒരു കുറവുണ്ടായില്ല. ഇത് ദൈവത്തിൻ്റെ കരുതലാണ്. ശ്രദ്ധിച്ചേ, നമ്മൾ ഈ കടലിൽ എവിടെയാണ് കാടപ്പക്ഷി? മരുഭൂമിയിൽ എവിടെയാണ് മഞ്ഞ്? മരുഭൂമിയിൽ മഞ്ഞിനകത്ത് പൊതിഞ്ഞ് പക്ഷികളെയും അപ്പവും മാംസവും ദൈവം സൂക്ഷിച്ചു. ഇവിടെയോ കാടപ്പക്ഷികളെ കടലിൽ നിന്ന്, വിചാരിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നും, വിചാരിക്കാത്ത വ്യക്തികളിൽ നിന്നും നിനക്കുള്ള സഹായത്തെ ദൈവം എത്തിക്കും. വിശ്വസിക്കുന്ന ഒരു പക്ഷേ പറയും, വയനാട്, വടുവഞ്ചാൽ, വട്ടത്തുമേൽ അവിടെ എന്ത് പ്രാർത്ഥന ചുമ്മാ. നിങ്ങൾ ചിലപ്പോൾ ഒരു നന്മ ഇവിടുന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഈ ആലയത്തിൽ നിന്നായിരിക്കും നാളെ ഒരു സമയത്ത് നിന്റെ വീടും മക്കളും ജീവിത പങ്കാളിയും സർവശക്തനായ ദൈവത്താൽ അധികമായി അനുഗ്രഹിക്കപ്പെടുന്നതെങ്കിലോ
കാടലിൽ എവിടെയാ കാടപ്പക്ഷി, മരുഭൂമിയിൽ എവിടെയാ മഞ്ഞ്. ഈ പ്രാർത്ഥനയിൽ എന്ത് അനുഗ്രഹമോ! ഈ പ്രാർത്ഥനയായിരിക്കും നിന്റെ വിടുതലിന് കാരണമാകുന്നത്. ഈ വചനമായിരിക്കും ഒരു കാറ്റിനെ പോലെ ചില അനുഗ്രഹങ്ങളെ നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്തെത്തിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹമാകട്ടെ. ചിലതൊക്കെ ദൈവം നമ്മുടെ അടുത്തെത്തിക്കും. അത് കൈ നീട്ടിയെടുത്തു. കൈ നീട്ടിയെടുക്കാൻ അത്രയും അടുത്ത് ദൈവം അത് എത്തിച്ചു. ചില അനുഗ്രഹങ്ങളെ ദൈവം എത്തിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞ് വേഗത്തിൽ ഞാനിത് അവസാനിപ്പിക്കാം. ഒരു വാക്യം കൂടി പറഞ്ഞു മുമ്പേ പറഞ്ഞൊരു കാര്യമാണ്, അത് പറയാതെ പോയാൽ ശരിയാവില്ല. നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുള്ള തിന്മയെ, അനർത്ഥത്തെ, തകർച്ചയെ, ദുർമരണത്തെ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് നടക്കുന്നവൻ്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ ദൈവം തടഞ്ഞു വെക്കും. വെക്കുവോ? നിങ്ങളിത് തടഞ്ഞു വെക്കും. നിന്ന് പ്രാർത്ഥന കേട്ടപ്പോഴാണ് ഇത് ഓർത്തത്. ബൈബിൾ എടുത്തേ, പുറപ്പാട് പുസ്തകത്തിൽ 14-ാം അധ്യായം ഇസ്രായേൽക്കാർ 14-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിച്ചേ. ഇസ്രായേൽക്കാർ കടലിന് നടുവേ ഉണങ്ങിയ മണ്ണിലൂടെ നടന്നു. അടുത്തത്, അവരുടെ വലത്തും ഇടത്തും വെള്ളം മതിൽ പോലെ നിന്നു. വെള്ളം എങ്ങനെ ചുമ്മാ അങ്ങനെ മതിൽ പോലെ നിൽക്കുവോ? ഇതങ്ങോട്ട് മറിഞ്ഞ് അവരുടെ തലയിലോട്ട് വീണ് എല്ലാം തകർന്നു പോകേണ്ടതാ. പക്ഷെ അവരുടെ ജീവിതത്തിൽ അത് വീഴാതിരിക്കാൻ ദൈവം ആ വെള്ളത്തെ തടഞ്ഞിങ്ങനെ നിർത്തിയിരിക്കുക. ഇത് വെള്ളത്തിൻ്റെ കാര്യം മാത്രമല്ല, ഇത് ആരുടെ ജീവിതത്തിലാണ് ഇങ്ങനെ ദൈവം തടഞ്ഞു നിർത്തിയേ? ദൈവത്തിൻ്റെ വാക്കുകേട്ട് ഇറങ്ങി പുറപ്പെട്ട ജനത്തിൻ്റെ മേൽ ഒന്നും വരാതിരിക്കാൻ ദൈവം വെള്ളത്തെ പോലും ഇങ്ങനെ തടഞ്ഞു വച്ചു. ഇത് വിശ്വസിക്ക്. ഇത് മഴക്കാലമാ. ഒരു പകർച്ചവ്യാധി നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ, ഒരു നഷ്ടവും വരാതിരിക്കാൻ, ഒരു ആപത്തോ അനർത്ഥമോ ദുർമരണമോ മാരക രോഗ, ക്യാൻസർ പോലുള്ള മാരക രോഗപീഠകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ ദൈവം തടഞ്ഞു വയ്ക്കും. തടഞ്ഞു വയ്ക്കും. വെള്ളത്തെ ദൈവം ഇങ്ങനെ തടഞ്ഞു വച്ചു. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു ദൈവം ഉണ്ട്. ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കണമെന്ന്. കർത്താവേ, ഞങ്ങളും വിശ്വസിക്കുന്നു, അങ്ങയുടെ വചനം കേൾക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു തകർച്ചയും, ഒരു നഷ്ടവും, ഒരു അപകടവും, ഒരു പരാജയവും വരാതിരിക്കാൻ ആരെല്ലാം മന്ത്രവാദമോ കൂടോത്രമോ ക്ഷുദ്രപ്രയോഗമോ ശാപമോ പ്രാക്കോ നേർച്ച കാഴ്ചകളോ നമുക്കെതിരെ എന്തൊക്കെ ചെയ്താലും നമ്മുടെ ജീവിതത്തിലേക്ക് അതൊന്നും വന്ന് ഒരിടുത്തി പോലെ വരാതിരിക്കാൻ ദൈവത്തിൻ്റെ കരം ചിലതിനെ തടഞ്ഞു നിർത്തും. എങ്ങനെയാ അവർ പോയത്? അവർ സേഫായിട്ട് ഒരു കുറവില്ലാണ്ട് അവർ അതിൻ്റെ നടുവിലൂടെ നടന്നുപോയി. ഇത് ദൈവത്തിൻ്റെ സംരക്ഷണമാണ്. അതിന്നും പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും അത് ലഭിക്കും. ഒരു നിമിഷം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? നമുക്കെല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ തകർച്ചകളെയും പരാജയങ്ങളെയും അനിഷ്ട സംഭവങ്ങളെയും ദുർമരണത്തെയും അപകടത്തെയെല്ലാം ദൈവമിങ്ങനെ തടഞ്ഞു നിർത്തും. വെള്ളമിങ്ങനെ ദൈവം തടഞ്ഞു നിർത്തി. നിങ്ങളതൊന്ന് കണ്ണുകളടച്ച് മനസ്സിൽ ഇതൊക്കെ നടക്കുമോ? ഇതൊക്കെ ശരിയാണോ? ഇത് കഥയാണോ? ഇത് ലിറ്ററലി സംഭവിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് അതുപോലെ അന്ന് നടന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഒരു ബാലരമയിലോ കുട്ടികളുടെ ദീപികയിലോ ഒന്ന് ഏതാണ്ടോ ഒരു കഥ എന്നല്ല, ഇതെങ്ങനെ സംഭവിച്ചു എന്നങ്ങനെ ഭാവനയിൽ ആ വചനം അങ്ങനെ കാണുകയാണ്. അവരുടെ മേൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ നടന്നു പോകുമ്പോൾ വെള്ളം തടഞ്ഞു നിർത്തി ദൈവം. നിങ്ങളുടെ കുടുംബത്തെ മനസ്സിൽ കണ്ടേ, മക്കളെ കണ്ടേ, ജീവിത പങ്കാളി, വിവിധ രാജ്യങ്ങളിലായിരിക്കുന്നവർ, നിങ്ങളുടെ മേൽ വരാൻ സാധ്യതയുള്ള അപകടത്തെ ദൈവം ഇങ്ങനെ തടഞ്ഞു നിർത്തണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ മേലത് വരാതെ
നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ അത് വരാതെ, നിങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ മേൽ അത് വരാതെ, ഹല്ലേലൂയ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ അതൊന്നും വരാതെ ദൈവം അതിനെ തടഞ്ഞു നിർത്തും. ദൈവം അതിനെല്ലാം ഇങ്ങനെ തടഞ്ഞു നിർത്തും. ദൈവം തടഞ്ഞു നിർത്തുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരിക്കൽ കൂടി കേട്ടെ, മരുഭൂമിയിൽ എവിടെയാ മഞ്ഞ്? മരുഭൂമി, ചുട്ടുപഴുത്ത് കിടക്കുന്ന മരുഭൂമിയിൽ എവിടെ മഞ്ഞ്? മഞ്ഞിനെ ദൈവം അവിടെ ഒരുക്കി. ദൈവം ആ ഭക്ഷണത്തെ സൂക്ഷിച്ചു. കാടലിൽ എവിടെയാണ് കാടപ്പക്ഷി? വിചാരിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് കാറ്റയച്ച് ദൈവം അവർക്ക് ആവശ്യമായതിനെ കൈയെത്തുന്ന ദൂരത്തെത്തിച്ചു കൊടുത്തത്. അനുഗ്രഹത്തെ എത്തിച്ചു തരുന്നൊരു ദൈവമുണ്ട്. ഈ വചനം ഒരു കാറ്റാണ്, ഈ പ്രാർത്ഥന ഒരു കാറ്റാണ്. ചില അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എത്തിച്ചു തരുന്ന, കൈയെത്തുന്ന ദൂരത്തിൽ അതൊക്കെ കൈ നീട്ടി എടുക്കാൻ പറ്റുന്ന വിധത്തിൽ ചില നന്മകളെ എത്തിക്കുന്ന കാറ്റാണ് ഈ ശുശ്രൂഷ. ഇനി എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുമ്പോഴേ, ഇസ്രായേൽ ജനം ചെങ്കടലിൻ്റെ സമീപത്ത് നിൽക്കുമ്പോൾ പ്രാർത്ഥനയോടെ ഇറങ്ങിയ ഒരു ഇറങ്ങലാണത്. ഇവിടെ എല്ലാവരും കേട്ടെ, പ്രാർത്ഥനയോടെയാണോ ഇറങ്ങി വന്നത്? ഏത് പ്രശ്നങ്ങളെയും കീറി മുറിച്ച് അപ്പുറത്തെത്താൻ ദൈവം നമ്മളെ സഹായിച്ചിരിക്കും. പ്രാർത്ഥനയോടെ ഇസ്രായേൽക്കാർ വന്നപ്പോൾ ചെങ്കടൽ കണ്ട് ഭയപ്പെട്ടു. നിങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇന്നത്തെ കടബാധ്യതയും രോഗവും ഒറ്റപ്പെടലും കണ്ട് ഭയപ്പെട്ടിരിക്കുവാണോ? ഏത് പ്രശ്നമാകട്ടെ, ഏത് പ്രതിസന്ധി ആകട്ടെ, ഏത് വെല്ലുവിളിയാകട്ടെ, പ്രാർത്ഥനയോടെയാണോ നിൽക്കുന്നത്? ഏത് പ്രശ്നത്തെയും കീറി മുറിച്ച് അപ്പുറത്തെത്തിക്കാൻ ദൈവത്തിന് പറ്റും. ഈ പ്രശ്നം നിന്നെ തോൽപ്പിക്കുകയില്ല. ഈ പ്രശ്നത്തെ നീ തോൽപ്പിക്കും. ഈ പ്രതിസന്ധി നിന്നെ തോൽപ്പിക്കുകയില്ല. ഈ പ്രതിസന്ധിയെ നീ മറികടന്ന് അക്കരയെത്തും. രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തി പിടിക്കുമോ? രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തി പിടിച്ച്, രണ്ട് കരങ്ങളും ഉയർത്തി കണ്ണുകളെ അടച്ച് ഇന്ന് കേട്ട വചനങ്ങളൊക്കെ ഓർത്തെ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയോടെ വന്നതാ അല്ലേ? വിശ്വാസത്തോടെ വന്നതാ അല്ലേ? ആരൊക്കെയോ പറഞ്ഞു കേട്ട് വന്നതാ അല്ലേ? അത്ര ദൂരെ യാത്ര ചെയ്ത് വന്നതാ അല്ലേ? കാടലിൽ നിന്ന് കാറ്റയച്ച് കാടപ്പക്ഷിയെ കൊണ്ടുപോകുന്നതുപോലെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില നന്മകളെ ദൈവം കൊണ്ടുവരുന്ന സമയമാണ്. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ, ആഗ്രഹത്തോടെ, കൊതിയോടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, ഈ ജനത്തെ, ഈ കുടുംബത്തെ, ഈ തലമുറയെ, ഇവരുടെ ഭാവിയെ, ജീവിതത്തെ തോറ്റുപോകാൻ അനുവദിക്കരുത്. ലജ്ജിതനാകാൻ ഇടയാകരുത്. കയറുകൾ അയച്ച് ആവുന്നത്ര നീളം കൂട്ടി കെട്ടുക. അതിന്റെ കുറ്റികളെ ഉറപ്പിക്കുക. നിന്റെ മക്കൾ, സന്തതികൾ രാജ്യം കൈവശമാക്കും. അതിരുകൾ ഭേദിച്ച് വ്യാപിക്കും. ഇത് ദൈവത്തിന്റെ വാക്കാണ്. തോറ്റു പോവുകയില്ല. പരീക്ഷയിൽ മാത്രമല്ല, ജീവിതത്തിലും തോറ്റു പോവുകയില്ല. ഒരു ദോഷവും എനിക്ക് വരികയില്ല. ഒരു തിന്മയും എനിക്ക് വരില്ല. ദൈവത്തിന്റെ ഒരു കരുതൽ എന്റെ മേലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കരങ്ങളടിച്ച്, ശക്തമായി കരമടിച്ച് ഒരുമിച്ച് പാടാം. വെള്ളത്തിൻ കൂടെ ഞാൻ നടന്നിടിലും വെള്ളമൻ മീതെ കവിയുകില്ല. വെള്ളത്തിൽ കൂടെ ഞാൻ നടന്നിടിലും വെള്ളമൻ മീതെ കവിയുകില്ല. വെന്തുപോകില്ല ഞാൻ തീയിൽ നടന്നാൽ എന്നാഥൻ എന്നോട് കൂടെയുണ്ട്. വെന്തുപോകില്ല ഞാൻ തീയിൽ നടന്നാൽ എന്നാഥൻ എന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് പാടണം, കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട്. എന്തിന്? കൂട്ടിനായി അവൻ എൻ്റെ കൂടെയുണ്ട്. കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട്. കൂട്ടിനായി അവൻ എൻ്റെ കൂടെയുണ്ട്. കൂരിരുൾ താഴ്വര കൂടെയുണ്ട്. കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട്. കൂരിരുൾ താഴ്വര കൂടെയുണ്ട്. കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട്. കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട്. കൂട്ടിനായി അവൻ എൻ്റെ കൂടെയുണ്ട്. വെള്ളത്തിൻ കൂടെ ഞാൻ നടന്നിടിലും വെള്ളമൻ മീതെ കവിയത്തില്ല. വെള്ളത്തിൽ കൂടെ ഞാൻ നടന്നിടിലും വെള്ളമൻ മീതെ കവിയുകില്ല. വെന്തുപോകില്ല ഞാൻ തീയിൽ
നടന്നാൽ എൻ നാഥൻ എന്നോട് കൂടെയുണ്ട്. വെന്തുപോകില്ല ഞാൻ തീയിൽ നടന്നാൽ എൻ നാഥൻ എന്നോട് കൂടെയുണ്ട്. കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട്, കൂട്ടിനായി അവൻ എൻ്റെ കൂടെയുണ്ട്. കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട്, കൂട്ടിനായി അവൻ എൻ്റെ കൂടെയുണ്ട്. കരങ്ങളെ താഴ്ത്തി ഒരിക്കൽ കൂടി ഇന്ന് കേട്ട ഓരോ കാര്യങ്ങളും പരീക്ഷയിൽ തോൽക്കാതിരിക്കാൻ മാത്രമല്ല, ജീവിതത്തിലും തോൽക്കാതിരിക്കാൻ, ജീവിതം കുറെ കൂടി മനോഹരമാകാൻ ഈ ശുശ്രൂഷ, ഈ പ്രാർത്ഥനയെല്ലാം കാരണമാവും. കണ്ണുകളടച്ച് പ്രിയപ്പെട്ടവരെ, ഒരാൾ ദൈവത്തിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഒരാൾ ദൈവത്തിൽ നിൽക്കുമ്പോൾ പ്രത്യേകതയുണ്ട്. ദൈവത്തിൽ നിൽക്കുന്ന ഒരാളെ നമ്മളൊരു തെറ്റിലേക്ക് വിളിച്ചെന്നിരിക്കട്ടെ, വാ നമുക്കൊന്ന് പോവാം. ഒരു തെറ്റിലേക്ക്, നല്ല കാര്യത്തിനല്ല വിളിക്കുന്നത്. ദൈവത്തിൽ നിൽക്കുന്ന വ്യക്തി എന്തു പറയുമെന്നറിയാവോ? സുഹൃത്തെ, എനിക്ക് താല്പര്യമില്ല, ഞാൻ വരുന്നില്ല കേട്ടോ, ഇല്ല എന്ന് പറഞ്ഞ് എത്ര ആത്മമിത്രം വിളിച്ചാലും അയാൾ പോകത്തില്ല. അയാൾ പറയും താല്പര്യമില്ല, ഇല്ല ഞാനില്ല കേട്ടോ, ഇല്ലില്ല നിങ്ങൾ പോയിക്കോളും, നിങ്ങൾ പോയിക്കോളിൻ എന്ന് പറയും. അതെന്താണ് ഇയാൾ അങ്ങനെ പറഞ്ഞത്? ആ ദൈവത്തിൽ നിൽക്കുന്നവനെ ഈ ധൈര്യം ഉണ്ടാവും. ഉത്തമ മിത്രമാണ് തെറ്റിലേക്ക് വിളിച്ചതെങ്കിലും അവർ പറയും നോ, ഞാനില്ല കേട്ടോ, എന്നെ വിളിക്കണ്ട, സോറി എന്ന് പറയും. അതാണ് ഒരാൾ ദൈവത്തിൽ നിൽക്കുമ്പോഴുള്ള ശക്തി, അനുഗ്രഹം. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് ഈ വചനം കേൾക്കുമ്പോൾ കടലിൽ നിന്ന് കാടപ്പക്ഷി വന്നതുപോലെ ചില നന്മകളെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും. ഇന്ന് ഞാൻ രാവിലെ ആളുകളെ കാണാനിരുന്നപ്പോൾ ഒരു സഹോദരൻ അങ്ങ് തിരുവല്ലയെന്ന് വന്നതാണ്. ആ സ്ഥലം അങ്ങനെയാണെന്ന് ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞിട്ട് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഈ പെടലിക്ക് കഴുത്തിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ വർത്തമാനം പറയുമ്പോഴെല്ലാം ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ പ്രശ്നമുണ്ട്. എൻ്റെ ഭാര്യയുടെ നിർബന്ധം കൊണ്ടാണ് അച്ചോ ഞാൻ വന്നത്. വന്നു കഴിഞ്ഞ് ആദ്യം കണ്ടത് ആ കൽക്കുരിശിൻ്റെ അവിടെയാണ് നിന്നത്. അപ്പോൾ അവിടെയുള്ള ആ എണ്ണയെടുത്ത് അദ്ദേഹം അവിടെ നിന്നുകൊണ്ട്, ഒട്ടും വിശ്വാസത്തിൽ വന്ന ഒരാളൊന്നും അല്ല, ജസ്റ്റ് ആ കഴുത്തിൽ തേച്ച്. ബുധനാഴ്ചയാണ് ചെയ്തത്. ഈ ബുധനാഴ്ച അദ്ദേഹം പറയുവാണ്, എന്നാന്നറിയില്ല, എനിക്കൊരു ഭയങ്കര അനുഭവമായെന്ന് പുള്ളി പറയുക. ആ എൻ്റെ ഈ കഴുത്തേലുള്ള ആ പ്രതിസന്ധി മാറിപ്പോയി എന്ന് പറഞ്ഞ് സാക്ഷ്യം പറയാൻ അടുത്ത് ഇവിടെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, മനസ്സനുവദിക്കുന്നെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി അനുഗ്രഹങ്ങളെ ദൈവം എത്തിച്ചു തരുന്നൊരു സ്ഥലമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.